ബസാറിൽ ഇതുപോലെ പുതുമ വല്ലാണോ? എന്തായാലും നല്ലൊരു അടി കണ്ടിട്ട് നാളെ കുറേ അക്കൂട്ടത്തിൽ എന്റെ മോനും ഉണ്ട്. അമ്മ കരയാൻ പാടില്ല. ധീരം കരഞ്ഞോളാം. കേട്ടിട്ടില്ല അമ്മ? ഉണ്ണിയാർച്ച മകനെ അംഗത്തിനയച്ചത് എന്റെ അംഗം ഞാനിപ്പോ കാണിച്ചു തരാം. വരികടാ, ധൈര്യമുള്ള തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ
വന്നടിയടാ. കൊള്ളാം, നീ ഒന്നാം തരം തന്തയ്ക്ക് ജനിച്ചവരാ. പോയടി, വേറെ ആരെങ്കിലും പോയി അടിയടേ. ചുമ്മാ എന്റെ മണ്ടേ കയറാൻ വരാതെ. എടാ ദൈവത്തിന് വിളിയടാ. എടാ അതല്ല, ഫോൺ എടുത്ത് നമ്മുടെ ദൈവത്തിന് വിളിയടാ. എടാ രമേശിനെ വിളിയടാ. രമേശ, വിശക്കുമ്പം ഈ ഒരു പിടി ചോറ് തന്നെയാണ് മോനെ ദൈവം. അതും കൊണ്ട് എത്തുന്നുണ്ടല്ലോ നീ. വേദന കുറവുണ്ടോ? ഇനി മരിച്ചാലും വിരോധമില്ല. കുഞ്ഞുനാള് തൊട്ട് വിളിക്കാൻ തുടങ്ങിയതാണ് ഈശ്വരനെ. ഇവിടെ വന്നേ പിന്നെ നേരില് കണ്ടു. ദേ കൺമുന്നില്. ഇതാണ് അമ്മച്ചി മനുഷ്യൻ ദൈവത്തിനെ മറക്കുന്നെന്ന് പറയുന്നത്. ഇക്കണ്ട ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം ദൈവമല്ല, ഒരു നേരത്തെ ചോറ് തരുന്നവനാണ് ദൈവം. എനിക്ക് ദൈവമുണ്ട, മനുഷ്യനെ മതി. ഈശ്വരൻ കാത്തു രക്ഷിക്കും, ആയുസോടെ ആരോഗ്യത്തോടെ. അത് ന്യായം. കുട്ടാ, ആന്റിയേട്ടന്റെ ഓംലെറ്റ് റെഡിയല്ലേ? എന്നാ വേഗം കൊടുക്കാം. ചോദിച്ച സാധനം. മോളുടെ അസുഖം എങ്ങനെയുണ്ട്? വേഗം ഭേദാവും കേട്ടോ. ഊണ് കഴിക്കാം. ഹലോ, എന്താ കാര്യം? നമ്മുടെ വണ്ടികൾ പൊളിക്കാനിട്ടെടുത്ത് ഭദ്രന്റെ വണ്ടികൾ ഇടാൻ സ്ഥലം ഉണ്ടായില്ലത്രേ. അതല്ല സങ്കടം. ആ കള്ളവണ്ടി വിക്രമൻ നമ്മുടെ പാറത്തളുടെ തല അടിച്ച് പൊളിച്ചതാ. എന്നിട്ട് നിങ്ങളൊക്കെ അവിടെ കൈയും കെട്ടി നോക്കി നിൽക്കണം. ആഴുതകളും പാറമ്മയുടെ കാര്യം നോക്കണം. ഞാൻ എത്തി. കുട്ടാ, നീ ബാക്കിയുള്ളവർക്ക് ചോറ് കൊടുത്തിട്ട് ഓട്ടോ വിളിച്ച് വന്നേക്ക്. ബസാറിലൊരു ചെറിയ പ്രശ്നം, ഞാൻ അങ്ങോട്ട് പോവാ. ഞാനും കൂടി വരണ ഒരു ധൈര്യത്തിന്. ഇതിന് എന്റെ ധൈര്യം മതിയടാ. രമേശിന് എത്തിയത്രേ. പഴയ ബസാറിലെ ഭദ്രനെ കാണാൻ പോയിരിക്കാ. എന്റെ മാതാവേ, ഇത് തീരാളതല്ലേ? നീ ആ പാവം തള്ളയുടെ തല തല്ലി പിടിക്കുമല്ലടാ. എന്റെ കുട്ടികളെ തല്ലുമല്ലടാ. വണ്ടി പൊളിച്ചടുക്കും പോലെ പൊളിക്കും നോയോ ഞാൻ. എവിടാ നിന്റെ മെയിൻ സ്വിച്ച്? എവിടെയാണ് പറയടാ. അടിയൻ ഇവിടേക്കുണ്ട്. ഓ, എങ്കിൽ ഈ തമ്പ്രാൻകുട്ടി നിന്നെ അന്വേഷിച്ച് തന്നെയാ വന്നിരിക്കണേ. നീ ഏത് മാളത്തിൽ പോയി വിളിച്ചിരിക്കായിരുന്നു? നീ അടിയനല്ല, അടിപ്പിക്കുന്നവനാ. ചില ഊച്ചാളി പീസുകളെ വെച്ച് അരിക്കാശിന് വേണ്ടി കണ്ട വണ്ടിയൊക്കെ തല്ലിപ്പൊളിച്ച് ജീവിക്കുന്ന പാവങ്ങളെ തമ്മിലടിപ്പിക്കുന്നവൻ. അടിയടാ, എന്നെ അടി. നമ്മൾ തമ്മിലുള്ള കളി. അടി ഭദ്രേട്ടാ. രമേശ, ഈ മായന്നൂരിന്റെ മണ്ണിൽ പെറ്റു വളർന്നവനാ ഭദ്രൻ. ഇവിടെ മായ ബസാറിൽ കളിച്ചു വളർന്നതാ എന്റെ കുട്ടിക്കാലേ. അല്ലാതെ നിന്നെ പോലെ എവിടെന്നോ കുറ്റിയും പറിച്ചു വന്ന് പടുമുള മുളച്ചതല്ല. എന്നിട്ട് എന്റെ ആൾക്കാർക്ക് പണിയെടുക്കാൻ വയ്യാന്നാണെങ്കിൽ നിന്റെ പണി ഞാൻ തീർക്കൂട്ടോ. പിന്നെ ഈ ഭൂമി മലയാളത്തിൽ ചെറുപ്പളശ്ശേരിന്ന് പുറപ്പെട്ട രമേശന് മായന്നൂർക്ക് കടക്കാൻ RC ബുക്കും പെർമിറ്റും ടാസ്ക് റിസ്ക്കും ഒന്നും വേണ്ട സാറേ. ഞാൻ എവിടെന്നെങ്കിലും ഒരു കുറ്റി പറിച്ച് ഈ മായാ ബസാറിന്റെ നെഞ്ചത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഭൂമി ലോകം അവസാനിക്കും വരെ അവിടെ തന്നെ ഉണ്ടാവും ഭദ്രേട്ടാ. അതിന് നീയല്ല,
ഇനി വരാൻ പോകുന്ന നിന്റെ തലമുറകൾ വിചാരിച്ചാലും പറിക്കാൻ പറ്റില്ല. പറിച്ചു നോക്കുന്നോ പറ്റുമെന്നോ? കൊല്ലം കുറെ ആയില്ലേ നമ്മൾ തമ്മിൽ ഈ അടി പൊള്ളി തുടങ്ങിയിട്ട്. നിന്റെ ഉള്ളിലിരിപ്പ് വേറെയാണെന്ന് എനിക്കറിയാം. അത് കേസ് കേട്ട് വേറെ. ആ കേസ് നമ്മൾ വേറെ തന്നെ തീർക്കുന്നുണ്ട്. ഇന്നത്തെ കണക്ക് ദാ ഇവിടെ വെച്ച് ഇന്ന് തന്നെ നമുക്ക് തീർക്കടാ. മായന്നൂരിന്റെ മാണിക്കക്കല്ലേ. എന്നാ തീർക്കടാ വരുത്തൻ കുഞ്ഞ്. രമേശ വേണ്ടടാ മോനെ വേണ്ട. നമ്മളൊക്കെ നാളെയും കണ്ടുവരാം. വേണ്ട, ഞാനാ പറയണേ. രമേശ മതി, തമ്മി തല്ലിയ തീരില്ല ഒന്നും. ജോസേട്ടൻ പറഞ്ഞാൽ നീ കേക്കില്ലേ? മതി, നിർത്ത്. ഇങ്ങനെയൊക്കെയാണ് മായന്നൂരിലെ മായാ ബസാർ. ഈശ്വര സർവേശ്വര മായേ മഹാമായേ മായന്നൂർ മഹേശ്വരി, ഒരുപാട് നാളുകൾ താണ്ടി ഓടി ഓടി തളർന്ന് കാലം തീർന്നപ്പോൾ എന്റെ കൺപെട്ടെത്തിയ വാഹനാത്മാവിന് ശാന്തി ശാന്തി ശാന്തി. മക്കളെ കഴിഞ്ഞാൽ തേങ്ങ കഷ്ണം മാറ്റിയിട്ടേക്കണം. എനിക്ക് ടച്ചിങ്സിനായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. മോനെ, കുമാരൻകുട്ടി ആശാനോടൊന്നും തോന്നരുത്. കാലം തീരുമ്പോ പോയല്ലേ പറ്റൂ. ഇത്രയൊക്കെ ഉള്ളു എല്ലാ ബസിന്റെയും കാര്യവും. ആശാന്റെ അതെ. കൂടെ റെഡി. ഇനി തുടങ്ങിക്കോളൂ മക്കളെ. തുടങ്ങിക്കോളൂ. എനിക്കും തുടങ്ങാം. ഇങ്ങനെ കരയല്ലേ ആശാനെ? നീ പോടാ പട്ടി. പിന്നെ എനിക്ക് വേണ്ടി നീ കരയോ? നിന്റെ അമ്മ കരയോടാ? ഈ മായാ ബസാറിലുള്ള എല്ലാരും കരയും, പൊട്ടി പൊട്ടി കരയും. അതിന് ആശ മൂക്കി പഞ്ഞു വെച്ച് നീണ്ടു നിവർന്ന് കിടന്ന് സഹകരിക്കണ്ടേ? അതോർത്തിട്ട് തന്നെയാണോ മക്കളെ കുമാരൻകുട്ടി ആശാൻ ഓരോ പൊളിപൂജ നേരത്തും നിലവിളിക്കുന്നത്? എത്ര ദൂരം, ഏതെല്ലാം നാടുകളിൽ കണക്കല്ലാത്ത മനുഷ്യന്മാരെയും ചരക്ക് സാമാനങ്ങളൊക്കെ കയറ്റി ഓടി നടന്ന് ഒടുവിൽ വയസ്സായി വയ്യാതാകുമ്പോ ഇവിടെ കൊള്ളുന്നിട്ട് തല്ലി പൊളിക്കുക. ഓരോ വണ്ടി പൊളിയുമ്പോഴും അത് ഞാനല്ലേ എന്ന് ആലോചിച്ച് ഒരു വിറയില ആശാന്. കുമാരൻകുട്ടി ആശാൻ പറഞ്ഞത് നേരാ അല്ലല്ലോ, നമ്മുടെ കുമാരനാശാൻ പറഞ്ഞത് നേരാ. ഇന്നും നീ, നാളെയും നീ. കുമാരനാശാൻ എഴുതിയത് അങ്ങനല്ല. ഇന്ന് നീ, നാളെ നിന്റെ. ഇപ്പൊ കാണിച്ചു തരാം. എത്ര ബസ്സാ? 10 എണ്ണം സർക്കാർ ബസ്സുകളാണത്രേ. ആയിക്കോട്ടെ. ഇവിടെ മായാ ബസാർ എന്ന് ആരെങ്കിലും ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും അവിടുത്തെ ബ്രോക്കർ പറഞ്ഞില്ല. അല്ല, ഇനി അപ്പേരിൽ തല്ലും പിടിയും വേണ്ടെന്ന് വെക്കാലോ. എന്റെ ഇഷ്ടമൊന്ന് നടന്നു കിട്ടാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു വാക്ക്, നല്ലൊരു വാക്ക്. കാത്തിരിക്കട്ടെ മായക്കുട്ടി. പെണ്ണിന്റെ ഒരു ഭ്രാന്ത് ഇത് കൂടിക്കൂടി വരിക. ഈ ഒരുമ്പട്ടവളുടെ മൂച്ചിപ്രാന്ത് കാരണം ആ ഭദ്രൻ എന്നോടുള്ള നട്ടപ്രാന്ത്. പാവം പ്രാവിനെന്തറിയാം ഭ്രാന്ത് എത്രയൊക്കെ തരോടുന്ന്. മോളെ കുറുകുറു, ആ പരിപ്പ് ഈ കലത്തില് വേവില്ലാന്ന് എന്ന് പറഞ്ഞേക്കവളോട്. തനിക്കോ ഈ ലവ് സ്റ്റോറി താല്പര്യമില്ല. മായക്കുട്ടി ഒട്ട് വിടുകയില്ല. ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടാളും വിട്ടാലും ഇവളുണ്ടല്ലോ, ഈ കുറുകുറു പ്രാവ്, ഇവളെ വിടുന്ന പ്രശ്നമേ ഇല്ല. അമ്മേ ഭഗവതി, മായന്നൂരമ്മേ, ഇനിയും 10,001 റിബൺ ഞാൻ കെട്ടിക്കോളാം. ഈ മായക്കുട്ടിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല. എന്റെ ഈ ആഗ്രഹം ഒന്ന് സാധിച്ചു തരണേ. ആ കോന്തന്റെ മനസ്സ് ഒന്ന് അലിയിക്കണേ. ബലം പിടുത്തും, ഏറുപിടുത്തും, റീല് വിഴുങ്ങിയ സ്വഭാവം, ഇതെല്ലാം ഒന്ന് മാറ്റി തരണേ. എനിക്ക് മൂക്കിൽ പല്ല് മുളയ്ക്കും മുമ്പേ ആ മൂരാച്ചി മായക്കുട്ടിയെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊന്ന് പറയിപ്പിക്കണേ.
മറ്റു പല ആപത്തുകളിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാനും കൂടി വേണ്ടിയിട്ടാണ്. മൈനൂരമ്മേ, ഇതിനൊന്നും പറ്റിയ പ്രായവും കാലവുമല്ല. കൊല്ലിക്കരുത് വരത്തൻ. എഴുതി തരാൻ ആ കോന്തനും കൊണ്ടുതരാൻ നീ ഒരു കോന്തിയും. മതി, ഇനി റിബണില്ല. ഇത് എന്താ ഇത്? ഇല്ലാത്ത കാശും കൊടുത്ത് ഈ കണ്ട റിബണൊക്കെ പ്രാർത്ഥിച്ച് കെട്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടോ? നിർത്തിട്ടോ. തുടങ്ങി കോയക്കുട്ടിയെന്ന്. ജോസഫും കടക്കിടന്ന് പൊരിയുന്നുണ്ടാവും ഇതങ്ങോട്ട് എത്തഞ്ഞിട്ട്. വേഗം ചെല്ലേ. എന്നെ വിളിച്ച് കൂന്ന നേരം കൊണ്ട് അമ്മയ്ക്ക് ഇതെന്തോന്ന് അങ്ങോട്ട് നീട്ടിയാല്? പിന്നെ ഞാനോട് വെറുതെ ഇരിക്കില്ലേ? നിന്നെ പോലെ ആശുപത്രിയിലേക്കുള്ള ചോറുപൊതി വൈകിയാലേ പൊര പൊളിച്ച് പന്തിലിടും രമേശൻ. ഓ, ഒരു പ്രൊമോഷൻ, വലിയ അന്നദാനക്കാരൻ. എല്ലാരും കൂടെ പറഞ്ഞു പോക്കി ദൈവാക്കി വെച്ചിരിക്കുക തട്ടും പുറത്ത്. ഭരതൻ മോളെ, ദൈവം പൊറുക്കാത്ത വർത്താനം പറയരുത്. പഴയ പകയും വെച്ച് ഈ ഇരിക്കക്കൂര തല്ലി പൊളിക്കും, നമ്മൾ രണ്ടെണ്ണത്തിനും തെണ്ടിക്കുമെന്നും പറഞ്ഞ് അന്ന് ആ ഭദ്രനും കൂട്ടരും വന്നപ്പോ ഈ ബസാറിൽ ആരും ഉണ്ടായത്? ആ കുട്ടി ഒരുത്തൻ. ഇപ്പോഴും നമുക്ക് വേണ്ടി കേസ് നടത്തുക. ഈശ്വരന്റെ മനസ്സുമായിട്ട് നമ്മുടെ മുന്നിൽ ആരാ നിൽക്കണത്? അവരെന്നെ ഈശ്വരൻ. അമ്മയുടെ വർത്താനം കേട്ടാ ഞാനെന്തോ ഒന്നും അറിയാത്ത കുഞ്ഞു കുട്ടിയോ? കിട്ടാത്ത മുന്തിരി പൊളിക്കൊന്ന് പണ്ടാ കുറുക്കം പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. മായാവതി ഇപ്പൊ മായക്കാഴ്ചകളൊക്കെ കാണുന്നുണ്ടാ? അല്ല, ഒറ്റയ്ക്കൊരു വർത്താനം പറച്ചിലൊക്കെ. തള്ളോട് മോളോട് ഞാൻ പറഞ്ഞു, ആ നസ്രാണിയുടെ കുശിനിപ്പണിക്ക് നിൽക്കാതെ മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കി തരാന്ന്. എവട്ടെ അട്ടയെ പിടിച്ച് മെത്തയെ കിടത്താന്ന് വെച്ചാ കിടക്കില്ലല്ലോ. ബുദ്ധിയുള്ള അട്ടം മെത്തയെ കിടക്കില്ല. കിടക്കാത്ത അട്ടയുടെ പിന്നാലെ മെത്തയും കൊണ്ട് നടക്കല ബുദ്ധിയില്ലായ്മ. അവൻ വിരിക്കണം മെത്തയെ കിടക്കാന്ന് വിചാരിക്കണ്ട. അട്ട തള്ളി അട്ടമോളും. ജോസേ, പരിപ്പോടയില്ലേ? ആ, പരിപ്പോടാന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ ജോസേ, വല്ല കാര്യത്തിനും പുറത്തേക്ക് പോയോ? വരണു പരിപ്പോട. എത്തി പരിപ്പോടെ. അതേ, ഈ പരിപ്പോടാന്ന് പറഞ്ഞ സാധനം എന്റെ ഒപ്പം പെട്ടിയിൽ അടക്കാനുള്ളതല്ല. ഈ പരിപ്പോടാന്ന് പറയുന്ന സാധനം അത് ഉണ്ടാക്കി ആവണ്ടേ? എന്താ ഉണ്ടാവാത്തേ? അതവിടെ പൊന്നൂട്ടിയോട് ചോദിക്കണം. ഓഹോ, ഒരു കൈയൊന്ന് സഹായിക്കില്ല അതിനെ. അതല്ലേ ഞാനിപ്പോ ചെയ്യുന്നത്. ഇവിടെ ആ പരിപ്പടാന്ന് പറഞ്ഞ സാധനം ഉറങ്ങിയെടുത്തേ. കുട്ടാ, എന്താ ചേച്ചി ഈ പരിപ്പോടാന്ന് പറയുന്ന സാധനം ഒന്ന് അങ്ങോട്ട് കൊടുത്തേ. രമേശ് ചേട്ടാ, പരിപ്പോടാന്ന് പറയുന്ന സാധനം. കുട്ടേട്ടാ, ഓവറാക്കല്ലേ. നിന്നോട് പറഞ്ഞാ നിനക്ക് അങ്ങോട്ട് ചെയ്താ പോരെ. പറയുമ്പോ വടിയെടുത്ത് അങ്ങോട്ട് ചാടാൻ എന്നെ ഇവിടെ ആരും പണിക്കൊന്നും നിർത്തിയിട്ടില്ല. പ്രത്യേകിച്ചും പ്രമോഷൻ മുതലാളി. പിന്നെ എനിക്കൊരു പേരുണ്ട്. ഓ, നിനക്ക് അത്ര വലിയ പേരൊന്നുമില്ല. പേരിനും പെരുമയ്ക്ക് നീരാ ഐശ്വര്യ റായ്. നിങ്ങൾക്ക് അതൊക്കെയല്ലേ പറ്റൂ. ആ, മിനിമം അതെങ്കിലും വേണം. അല്ലേ ചേട്ടാ, ആ നല്ലൊരു തള്ളയുടെ വയറ്റിൽ ഈ വിത്ത് അങ്ങനെ വന്ന് കൊടുത്തു. കാലിലെത്തിയില്ലോ. ഒന്നിഞ്ഞ് വന്നേ. എന്താണാവോ? 1-2 വണ്ടിപ്പൊളി പൂജയുടെ കാശ് അങ്ങോട്ട് വരാനില്ലേ? അത് ഞാൻ വന്ന് വാങ്ങിച്ചോളൂലേ. നമ്മള് തമ്മിൽ എന്ത് കണക്ക്? കണക്കുകളൊക്കെ അപ്പ പറഞ്ഞു തീർക്കുന്ന എനിക്കിഷ്ടം. അതാരായാലും. ഇവിടെ ചെന്ന ആശുപത്രിയിലേക്കുള്ള ഊണുപതി റെഡിയാക്കാൻ നോക്കും. കണ്ണിക്കണ്ടവർക്ക് കെട്ടുകാഴ്ചയായിട്ട് ഇവിടെ നിന്ന് തിരിയാതെ ചെല്ലു. ആയിക്കോട്ടെ ഏട്ടാ, ഇപ്പൊ ശരിയാക്കാട്ടോ. ഏട്ടൻ അങ്ങോട്ട് വരുമല്ലോ അല്ലേ? പിന്നെ ഏട്ടൻ ഉണ്ടിട്ട് പോന്നോ വന്നിട്ടുണ്ടെന്നോ? വന്നിട്ടാ ഉണ്ടെന്നെങ്കിൽ ഏട്ടന് ഇഷ്ടമുള്ള പുളിയിഞ്ചി ഉണ്ടാക്കി വെക്കാട്ടോ. ഏന്നോ എപ്പോഴും പറയും പുളിയിഞ്ചിന്ന്, എന്നിട്ടോട്ട് കഴിക്കുകയില്ല. ഇന്നെങ്കിലും കഴിച്ചില്ലെങ്കിൽ കഴിപ്പിക്കും ഞാൻ. കുമാരേശനെ, വണ്ടികൾ വാങ്ങാനും തല്ലിപ്പൊളിക്കാനും എളുപ്പ. പക്ഷെ ചിലരുടെ മനസ്സും അതിലെ തീരുമാനങ്ങളും തല്ലിപ്പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന്റെ കണക്കൊന്ന് വേറെയാ. എത്ര കൂട്ടിക്കിഴിച്ചാലും തീരൂല. ആ, പുതിയ ആളാണല്ലേ? എന്താ അസുഖം? പനിയാ. വിശന്നോ? ഹലോ, വേണ്ട
രമേശ് ചേട്ടാ പനിക്കുന്നുണ്ടല്ലോ, മോക്കൊന്നും കഴിക്കണ്ടേ? വേണ്ട, എന്നിങ്ങനെ തൊട്ടാ മതി. മോളെ ആരാ ഇവിടെ കൊണ്ട് ഇങ്ങനെ കിടത്തിയത്? ദേ ആ ചേച്ചിയാ. അതെയോ? എന്താ സിസ്റ്റർ ഇത്? പനിച്ച് പറിച്ചു കിടക്കുന്ന ആ കുഞ്ഞിനെ സിമന്റ് തറ കിടത്തിട്ട് നല്ല തണ്ടും തടി ആരോഗ്യമുള്ള ഒരുത്തനാണല്ലോ കട്ടില്. എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? അത് ഞാൻ പറയാം. അതെ, രമേശിന് എന്നും ഉച്ചയ്ക്ക് ചോറുപതിയായിട്ട് വന്ന് ഒരുതരം അഭ്യാസം നടത്തുന്നുണ്ടല്ലോ, അതിന് ആ കോശി ഡോക്ടർ ഒരു പ്രോത്സാഹനവും. ആയിക്കോട്ടെ. ഹലോ, ഇതൊരു സർക്കാർ ആശുപത്രിയാ. ഇവിടെ ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടേതായ അവകാശങ്ങളും അതിലിടപെടാനും നിലനിർത്താനുമുള്ള തൊഴിലാളി സംഘടനകളുണ്ട്. അറിയാമോ നിനക്ക്? ജീവനക്കാരെ പഠിപ്പിക്കാൻ വരല്ലേ? വേണ്ട, എന്താ ഇത്? ഞാൻ പറയാം. രാഷ്ട്രീയക്കാര് തമ്മിൽ അടി കേസുണ്ടാക്കാൻ സർക്കാർ ആശുപത്രിയിൽ അഡ്മിറ്റ് വേണം. അതിനുവേണ്ടി വന്നതായാണ്. സ്റ്റീഫന് നല്ലോണം കിട്ടി. അതുകൊണ്ട് എല്ലാ സൗകര്യവും അവൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ശവത്തിന്റെ വായിന്ന് സ്വർണം കെട്ടിയ പല്ലടിച്ചു മാറ്റിയവനവൻ. ഈ വൃത്തിയായിട്ടവനായിട്ട് ചേട്ടൻ തന്നെ പറഞ്ഞാൽ സംസാരിക്കുന്നത്. പിന്നെ വൃത്തിയുള്ള ഒരാളുണ്ടല്ലോ, ഡോക്ടർ കോശി, അയാളോടൊന്ന് ചോദിക്കാം. അയ്യോ, ഒരു ദിവസം ഇത് എത്ര കൂടി വലിച്ചു കയറ്റും? അത് എന്റെ പൊന്നി ഏട്ടാ, അറിയാതെ അസുഖം വരുന്നവരെ ചികിത്സിക്കാം. അറിഞ്ഞുകൊണ്ട് അസുഖം വിളിച്ചു വരുത്തുന്നവരെ ചികിത്സിക്കല്ല വേണ്ട, നല്ല ചൂരിലെടുത്തിട്ട് 4 പൊട്ടിയിൽ വെച്ച് തരിക വേണ്ടേ. ബീഡിയും വലിച്ചു കയറ്റിയിട്ട് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വന്നോളും. വലിച്ചോ, ശരിക്കും ആഞ്ഞു ചുമച്ചോ. തക്കാലം ഇതുകൊണ്ട് കഴിക്കേ. ഇനി മേലാ ബീഡി വലിച്ചാണ്ടല്ലോ. പറയാം. ആ ചെല്ലേ. അല്ല ഡോക്ടർ സാർ, എന്താ രമേശ, ഈ ആശുപത്രിയിൽ മനുഷ്യന്മാരെ ചികിത്സിക്കാൻ വരുന്നോ അതോ ചാവാൻ വരുന്നോ? അവിടെ ആ പനിയുള്ള ഒരു കുഞ്ഞിനെ താഴെ എടുത്തിട്ട്. ഓ നിമ്മി മോള്, പോലീസ് വന്ന് ആ കിടക്കുന്നവന്റെ മൊഴിയെടുത്ത് ഒരു പ്രഹസനവും കഴിഞ്ഞാൽ അവൻ എണീറ്റ് പോവും. കുഞ്ഞിനെ ബെഡിൽ തന്നെ കിടത്താനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കും ഇല്ലടോ പരിമിതികൾ. എന്നാൽ ഇത് കുറച്ച് അക്രമം തന്നെ ഡോക്ടർ. ഇതൊക്കെയാണോ നമ്മുടെ നാട്? പണവും സ്വാധീനമുള്ളവൻ പട്ടുപത്തെ കിടക്കും, ഇല്ലാത്തവൻ റോട്ടിൽ കിടക്കും. താനിതെങ്ങോട്ടാ? ഇരിക്കടോ. ഞാൻ ഇരിക്കാനും കിടക്കാനും ഒന്നും വന്നതല്ല. പിന്നെ മനുഷ്യപ്പറ്റില്ലാത്ത പണികൾ ചെയ്യരുതെന്ന് പറഞ്ഞു മാത്രം. അതെ, താനൊരു കാര്യം ചെയ്യും. അടുത്ത ഇലക്ഷന് കയറി മത്സരിക്ക്, വിജയിക്കും. എന്നിട്ട് ഈ നാടൊക്കെ ഒന്ന് ഭരിച്ച് നന്നാക്ക്. ഞാൻ ഈ പണി വിട്ട് കൂടെ വരാമടോ. എനിക്ക് മത്സരിക്കാൻ വേണ്ട, ജയിക്കാൻ വേണ്ട, ഭരിക്കാൻ വേണ്ട. പക്ഷെ ബുദ്ധിമാന്മാര് ഭരിച്ചാലും ശരി, മഹാന്മാര് ഭരിച്ചാലും ശരി, എനിക്ക് പറയാനുള്ള ഞാൻ പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹോ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. കൊട്ടയിലും കൊള്ളിയലൊക്കെ. ഡ്രൈവർ വണ്ടി എടുത്തു. ആളെങ്ങാനുണ്ട്? ഡ്രൈവറുണ്ട്, എ സി ഇല്ല. ഓക്കെ, താങ്ക് യു. പൂ പോലെ പരിശുദ്ധയായ എന്റെ ഭാര്യക്ക് ഉള്ളി വെക്കാൻ നടക്കണ കള്ള സന്യാസി, നിന്നെ ഞാനൊന്ന് തീർക്കൂടാ. എന്റെ ഭാര്യയുടെ ചാരിത്രം അപഹരിക്കാൻ വന്ന വഞ്ചക, നെഞ്ചിൽ ഉള്ളിയേറ്റി ഇഞ്ചിഞ്ചായിട്ട് കൊല്ലി ഞാൻ. ഒരു കൊലയ്ക്ക് 10-15 കൊല്ലം കഠിന തടവ് അറിയാമോ? സൗകര്യം കിട്ടാൻ തൂക്കി കൊല്ലുകയും ചെയ്യും. 5-8 വർഷം കണ്ണൂരില് കടപ്പുറത്ത് കപ്പലണ്ടി വിൽക്കുന്ന പണിയല്ലായിരുന്നു ഗിരിജന്. സെൻട്രൽ ജയിലിലെ കാലിരുമ്പൊഴികൾക്കുള്ളിൽ മറ്റൊരു കൊലക്കേസിന്റെ കണ്ണിന് തടവിലായിരുന്നു. ഇപ്പൊ കൊലക്കേസ് ഗിരിജന് പുല്ലാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആൺകുട്ടികൾ കൊള്ളതാടാ. എന്താ ഗോവിന്ദായി കേക്കണേ? ഈ ഉളിയാണ് സത്യം. എനിക്കൊരു ലൈംഗിക ജീവിതമില്ല, വെറും ആത്മീയ ജീവിതമേ ഉള്ളൂ. ലൈംഗിക ജീവിതം എന്നല്ല പറയുക, ലൗകിക ജീവിതം. അത് മലയാള ഭാഷയുടെ കുഴപ്പം, എന്റെ കുഴപ്പമല്ലല്ലോ. ഒക്കെ ഒന്ന് തന്നെ, അത്രേ ഉള്ളൂ. അതെ, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ടു തുറന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ പാടുണ്ടോ? ഇനി വേറൊരു കാര്യം, ഇതെങ്ങാൻ രമേശൻ അറിഞ്ഞാൽ എന്റെ ദൈവമേ. എന്നാ പിന്നെ രമേശൻ അറിയട്ടെ. വാ. വണ്ടിയിൽ ഇത്രയേറെ സാധനങ്ങളുണ്ടോ? ഇത് വണ്ടിയുടെ ഏത് സാധനം? അത് വണ്ടിയുടെ ആമാശെ, പണിയെടുക്കണം. രമേശ, ചെറുകൂടലും കിട്ടി. അതെ അതെ, ഗിരിജനും ഗോവിന്ദനാശാരും തമ്മിലൊരു കശപിശ. കേസ് നാണക്കേടാ. എന്തത്? ഗിരിജന്റെ പെണ്ണിനോട് ഗോവിന്ദനാശാരി എന്തോ. ഗിരിജന്റെ പെണ്ണ്? ഗിരിജന്റെ പെണ്ണെന്താ പെണ്ണ്? ഡ്രൈവർ വർഗീസ് പഞ്ചറാക്കിയ ടയറവൻ പഞ്ചർ ഒടിച്ച് സ്റ്റെപ്പിനായിട്ട് കൊണ്ടു നടക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അതെന്തായാലും വണ്ടി ഓടുന്നുണ്ടല്ലോ.
ഇതിനിടയ്ക്ക് ആശാരി ഉളി വെച്ചോ എന്നൊരു സംശയം. നീ ഒന്ന് പറഞ്ഞു വരട്ടിയാ രണ്ടുപേരും ഒന്ന് അടങ്ങും. എന്താ ഇത്? ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരസ്യമാക്കാം. ഞാൻ വളരെ രഹസ്യമായിട്ട് തന്നെ രമേശ ഈ വഞ്ചകന്റെ കഴുത്തിൽ ഉളി വെച്ചത്. ഈ വൃത്തികെട്ടവൻ ഒച്ചത്തേക്കറിഞ്ഞ ആളെ കുട്ടിയെ ഞാൻ എന്ത് ചെയ്യാനാ? ഇവന്റെ ഭാര്യ ഇവൻ പറയുന്ന ഇവന്റെ ഭാര്യത്തെ ഭാര്യ റോസലിൻ ഞാനുമായിട്ട് ലൈവ്. അതല്ല ലൈഫ് ഇൻഷുറൻസ് അല്ലാതെ വേറെ ഔദ്യോഗിക ബന്ധമില്ല. അവൾ LIC ഏജന്റ്, ഞാൻ പോളിസി എടുത്തു, അത്രേ ഉള്ളൂ. ആരോ പറഞ്ഞുണ്ടാക്കിയ അശ്ലീലം കേട്ട് ഇവൻ എന്നെ നാണം കെടട്ടെ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടട്ടെ. വൃത്തികെട്ടവൻ നട്ടപ്പാതിര നേരത്ത് തലയിൽ വെള്ളമുണ്ടോട്ട് എന്റെ വീടിന്റെ പരിസരത്തെ കൂടി പമ്മി പതുങ്ങി നടക്കണ് സ്ത്രീലമ്പട. വെള്ളമുണ്ടാ? കള്ളം, പച്ചക്കള്ളം. ഇപ്പൊ മനസ്സിലായില്ലേ രമേശ, ഇത് രത്നം പതിപ്പിച്ച തുണയാണെന്ന്. എനിക്ക് വെള്ളമുണ്ടില്ല, വെള്ളമുണ്ടേ ഇല്ല. വെള്ളമുണ്ടോ വെള്ളമില്ല എന്നൊക്കെ ഇത്ര കൃത്യമായിട്ട് നിന്നോട് ആര് പറഞ്ഞു ഗിരിജ? എന്റെ പെണ്ണ് റോസലി, പിന്നെ അപ്പുറത്തെ വീട്ടിലെ മനോജും. മനോജ്? അതേത് മനോജ്? ആ പട്ടിയുള്ള വീട്ടിലെ പട്ടി? പശു? അത് പട്ടിയുള്ള വീടോ പശുള്ള വീടോ നമുക്ക് ഇന്ന് തീരുമാനിക്കാം. എന്റെ പൊന്ന് രമേശ, എന്നെ ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തരുത്. ഞാൻ ഇപ്പോഴും അവിവാഹിതനല്ലേ രമേശ? ഒരു ഉളിയുമായിട്ട് ആത്മീയതയിലൂടെ മാത്രം നടക്കുന്ന സന്യാസിയായി എന്നെ കുറിച്ച് അപവാദങ്ങൾ പതരിപ്പിച്ചാൽ എന്റെ കുലഗുരുവായ പെരുന്തച്ചൻ പൊറുക്കില്ല രമേശ, പൊറുക്കില്ല. അത് ഞാൻ പെരുന്തച്ചനോട് സംസാരിച്ചോളാം. റോസലി ഞാനൊന്ന് കാണട്ടെ. ഞാനും അതുവരെ ഒരു കൊമേഴ്സ്യൽ ബ്രേക്ക്. ഇതിപ്പോ വിളിക്കാൻ തെച്ചത് പാണ്ടാവോ? ഇപ്പോഴും ആശേരിയോടുള്ള കലി എനിക്ക് അടങ്ങിയിട്ടില്ല പാച്ചു. ഗിരിജ, പെട്ടെന്നൊരു തോന്നലിനടുത്ത് കിണറ്റി ചാടിയാൽ മറ്റൊരു തോന്നലിന് തിരിച്ചു കയറാൻ പറ്റൂല. ഈ പറയുന്ന നിന്റെ ഭാര്യ റോസലിയോ മകനോ കരയുന്നൊരു കയറ് പോലും ഇട്ടുതരാൻ കാണും. ഞാൻ എന്ത് ചെയ്യും? നമുക്ക് അവനെ ഫിറ്റാക്കി എടുത്ത് പുഴയിലേക്ക് എറിഞ്ഞാലോ? അത് വേണ്ട, അവനും നീന്താൻ അറിയില്ല, അവൻ രക്ഷപ്പെടും. പിന്നെ ഇനി എന്ത് ചെയ്യും ഗിരിജ? പണിയുണ്ട്, അവന് ഞാൻ വിഷം കൊടുത്തു കൊല്ലും. വിഷം കൊടുത്താ ഇപ്പൊ അവൻ കുടിക്കും. മദ്യത്തിൽ വിഷം ചേർത്ത് കൊടുത്തവനെ കൊല്ലും ഞാൻ. അതാ ഐഡിയ. പക്ഷെ വിഷത്തിന്റെ സ്മെല്ല് വരില്ലേ? സ്മെല്ല് വരാണ്ടിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. അതെന്താ? 1 ഗ്ലാസ് മദ്യം എടുത്ത് 1 ഗ്ലാസ് കൊടിയ വിഷം അതിനകത്ത് ചേർക്കണം. അതിനകത്ത് ഇത്തിരി കപ്പലണ്ടി പരിപ്പും ബദാം പരിപ്പും കുറച്ച് കുങ്കുമപ്പൂവും കുറച്ച് തേനും ഒക്കെ ചേർത്ത് ഇങ്ങനെ കലക്കി കൊടുത്ത പായസം കുടിക്കണ പോലെ അവൻ കുടിക്കണ മോനെ. ഇത്രയും നല്ല സാധനമൊക്കെ കലക്കി അവന് കൊടുക്കുന്ന എന്തിനാ? അത് നമുക്ക് കുടിച്ചൂടെ? സോറിയടാ, ഞാനത് ഓർത്തില്ല. രമേശൻ പറഞ്ഞു വന്നോ, സാധനം മാറ്റി വെച്ചേക്കാം. വേണ്ട വേണ്ട, ആ വക ബഹുമാനമൊന്നും വേണ്ട. അല്ല, ഞങ്ങളിങ്ങനെ തമാശക്ക് ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് ആദ്യം നിന്റെ കണ്ണി കണ്ടവന്മാരെ വിളിച്ച് വീട്ടിരുത്തിയുള്ള കള്ളുകൂടി കമ്പനി അവസാനിപ്പിക്കും. അപ്പൊ തന്നെ നിന്റെയൊക്കെ വീട്ടിലെ പാതി പ്രശ്നം തീരും. താൻ ഭാര്യ എന്ന് പറയുന്ന തന്റെ ഭാര്യ റോസലി സ്ഥലത്തുണ്ടോ? അവള് ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യങ്ങളായിട്ട് കോടിപതിയായിട്ട് ഓടി നടക്കല്ലേ രമേശ. തുപ്പാരും വന്നല്ലോ. 100 ആയുസ. ചേച്ചിയുടെ കാര്യം പറഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് എടുത്തു വച്ചേ ഉള്ളു. രമേശിനെപ്പോ വന്നു? ആശാരി ഗോവിന്ദൻ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്നറിഞ്ഞു, അതൊന്നും അറിയാമെന്നാ. അയാൾ ആള് ശരിയല്ല. അയാളുടെ ഒരു നോട്ടവും ചിരിയും. അയാളുടെ നോട്ടവും ചിരിയും റോസ്ലി അങ്ങനെ കണ്ടു. റോസ്ലി അയാളെ നോക്കിയപ്പോഴല്ലേ അയാൾ ചിരിക്കുന്നത് കണ്ടു. അപ്പൊ അങ്ങോട്ട് നോക്കിയാലേ ഇങ്ങോട്ട് നോക്കൂ. ആശാരിയുടെ കുഴപ്പമുണ്ട്, തടിയുടെ ഞാൻ എന്തെങ്കിലും മോനെ കൊടുക്കട്ടെ? വാ മോനെ. പച്ചോട്ടെ. ഓ, സാധനം മാറ്റി വെച്ചേരെ, ഞാൻ ഇപ്പൊ വരാം. ഏതാടാ മനോജിന്റെ വീട്? പട്ടിയുള്ള വീടാണോ? അയ്യോ, ദേ അത് തന്നെ. രാത്രിയായ ആ പട്ടി ഭയങ്കര ശല്യം. ഇനി നിന്നെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കണ്ട, സത്യമായിട്ട് ഞാനിപ്പോ വേറെ ഭാഗം വഴി ഇവിടെ വരും. ഈ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് കണ്ട ഈ വണ്ടിയുടെ എഞ്ചിൻ ഞാൻ അഴിച്ചെടുക്കും. എഞ്ചിൻ ഉണ്ടെങ്കിൽ വണ്ടി ഓടൂ. അല്ലെങ്കിൽ തന്നെ ആശാരി അപ്പൊ കാശിക്ക് പോകുന്നു പറയാൻ നോക്കൂല. എനിക്ക് വയ്യ ആശാരി വരെ അന്വേഷിച്ചെടുക്കാം. വേറെ വണ്ടിയിൽ മദ്യപിച്ചുള്ള സത്യം വിളിച്ച് പറയുകയും ചെയ്ത്. ആരാത്? ആരാന്നാ ചോദിച്ചത്? ആക്രി ദാമോദരൻ എന്ന് പറയും. മാക്രിയ? അല്ലടാ, ആക്രി ദാമോദരൻ. അതാരാ? നിന്റെ തന്ത. തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. തന്തയ്ക്ക് പിന്നെ തള്ളാന്നാണോടാ പറയുന്നേ? കള്ളാന്നോ? അത് ശരി, അപ്പൊ കള്ളനാണല്ലേ? എന്നാ പിന്നെ പോലീസിൽ ഏൽപ്പിച്ചു വേണ്ട കാര്യം. കള്ളൻ 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 കാട്ടുകള്ളൻ. സ്വന്തം തന്തയെ കള്ളൻ കള്ളന്ന് വിളിക്കല്ലേടാ. ദൈവം പോലും പൊറുക്കൂല. ദൈവം പുറത്തോളും. ദൈവത്തിന്റെ കാശല്ലല്ലോ, എന്റെ കാശല്ലേ 4300 അടിച്ചോണ്ട് പോയത്.
ഒന്ന് മാറിക്കേ. ഇത് എവിടെ പോവാ? കാക്കാൻ പോവാണോ പിന്നെ? കാക്കാൻ പോകുന്നത് എന്റെ തന്ത. അവനവന്റെ മക്കളുടെ കാശ് ഒരച്ഛൻ എടുത്തുകൂടെ? പിന്നെ ഞാൻ ഇല്ലാത്ത കാശുണ്ടാക്കി വണ്ടി പിടിച്ച് തല്ലി പിടിച്ചുണ്ടാക്കുന്ന കാശാ. അത് കട്ടണ്ട് പോയിട്ട് 10-15 ദിവസം കഴിഞ്ഞ് വലിഞ്ഞേറി വന്നിരിക്കുക അച്ഛനോന്നും പറഞ്ഞു. ആഹാ, ഇനി ഞാൻ ആ പഴയ സത്യം വിളിച്ചു പറയും. വേണ്ടി വന്ന പുറത്തിറങ്ങി നിന്റെ ഈ മായാബസാറിലിറങ്ങി നാട്ടുകാർ കേക്ക് വിളിച്ചു പറയും. എന്ത് വിളിച്ചു പറയും? കള്ളൻ കള്ളൻ, നീ പെരുങ്കള്ളനാന്ന്. ആഹാ, ആര്? ഞാനോ? എന്റെ കെട്ടിയുള്ളു തട്ടിപ്പോയപ്പോൾ അവളുടെ പാവനസ്മരണയ്ക്കായി ഞാൻ നിധി പോലെ കാത്തു സൂക്ഷിച്ച 3 പവനും 2.5 പണയുടെ തൂക്കമുള്ള സ്വർണമാല 17ാമത്തെ വയസ്സിൽ കട്ടോണ്ട് നാട് വിട്ടുപോയ നീ കള്ളനല്ലാതെ പിന്നെ ആരാടാ? പോലീസോ? കള്ള? ആഹാ, അത് അന്ന് ഞാൻ മീശ പോലും മുളയ്ക്കാത്ത ഒരു ചെറിയ കുട്ടിയായിരുന്നില്ലേ? ആണോ? എന്നാലേ ഞാൻ ഇന്ന് മീശ പോലും നരച്ചുപോയ ഒരു ചെറിയ വയസ്സനല്ലേ? എന്തായി കാണുന്നത്? കട്ട കാശ് കൊണ്ടാണെങ്കിലും പുതിയ ഷർട്ട്, പുതിയ മുണ്ട്. എന്നാ പിന്നെ സ്വർണ്ണമാല കൂടെ നോക്കിയായിരുന്നു, പക്ഷെ ക്യാഷ് തികഞ്ഞില്ല. അച്ഛൻ ഇതെല്ലാം ചെയ്തത് എന്തിനാണെന്ന് അറിയാവോ മക്കളെ നിനക്ക്? ഇന്ന് നിന്റെ പിറന്നാളാണ്. പിറന്നാൾ നിനക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഏകപുത്രൻ പൂജാതനായ ദിവസം എനിക്ക് മറക്കാൻ പറ്റുമോ? എനിക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ? ഓ, അങ്ങനെ ഒന്നുണ്ടോ? കൊള്ളാലോ. മോന്റെ ജന്മദിനത്തിന് അതേ മോന്റെ കട്ട കാശ് കൊണ്ട് പത്രാസം കാണിച്ച് കേമനായി നിന്ന് നിളിക്കാൻ ഉളുപ്പുണ്ടോ തന്നെ നിങ്ങക്ക്? ഉളുപ്പ്, നാണം, മാനം. ഓടാ ആക്രിക്കടാ മോനെ, നീ ഒരു നന്ദി കെട്ട ഊളയാണ്. പിന്നെ 4300 രൂപക്ക് നന്ദി കയറാൻ എനിക്കിപ്പോ മനസ്സില്ല. നീ എന്ത് വേണേ പറഞ്ഞോ. ഇതൊക്കെ കേൾക്കാൻ നിനക്ക് ആണും പെണ്ണുമായിട്ട് ഞാൻ ഈ ഒറ്റ തന്തയല്ലേ ഉള്ളൂ. പറഞ്ഞോ. ആ, ഞാനൊരു ആക്രിയാണെങ്കിലും നിന്റെ അന്തസ് എനിക്ക് നോക്കണ്ടേ? ആ, അസല് ചെർപ്പളശ്ശേരി ആട്ടും തലയിട്ട് വാറ്റിയതാ. നോക്കുന്നോ? എനിക്കിവിടെ വിളമ്പിക്കോ. എന്ത് വിളമ്പാൻ? ഭക്ഷണം വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചണം. തോന്നുമ്പോ കയറി വന്ന വിളമ്പിത്തന. ഇത് ഹോട്ടലൊന്നും അല്ല. അതേടാ, നീ നിന്റെ തനി സ്വഭാവം കാണിക്കും, എനിക്കറിയാം. എടാ, കുടുംബത്ത് പിറക്കണം മനുഷ്യനായാൽ. നല്ല തന്തയ്ക്ക് പിറക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാ. നല്ല തന്തയ്ക്ക് പിറക്കാതെ പോയത് എന്റെ തലയിലെഴുത്ത്. അത് വിളിച്ചു പറഞ്ഞ് നാട്ടുകാരെ അറിയിക്കണേ. ദാമോദരേട്ടൻ ഇറങ്ങിയിട്ടുണ്ട്. അച്ഛനും മോനും തമ്മിൽ 1ഉം 2ഉം പറഞ്ഞ് തെറ്റിന്നാ തോന്നണേ. നിന്റെ തല ബെഡ്ഫോണിന്റെ ടയർ വീഴുവാടാ ജോസേ. എന്റെ മോൻ നാറിയ എരപ്പൻ. സ്വന്തം തന്തയ്ക്ക് ഒരു പിടി ചോറ് തരാതെ ഒറ്റയ്ക്കിരുന്ന് വെട്ടി വിഴുങ്ങ. അതിനെന്താ ദാമോദരേട്ടാ, ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാലോ. നീയാണ് ജോസേ. ജോസ് നമ്മളാളൊരു ഓസും വേണ്ട. എടി കാന്താരി, നിന്റെ മോന്തയ്ക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിക്കും. കഴിക്കാടുത്തോണ്ട് വേടി. മോന്റെ കടയിൽ എഞ്ചിനും ഗിയർ ബോക്സും നട്ടും ബോൾട്ടും ഒക്കെ ഉണ്ടല്ലോ. കൊണ്ട് തന്നെ വെച്ച് വേവിച്ചേരാട്ടോ. നീ അതിന്റെ അപ്പുറത്ത്. എന്നെ അങ്ങോട്ട് കൊണ്ടാക്കിത്താ. ജോസേ, ഇവളെയൊക്കെ കെട്ടാൻ വരുന്നവൻ കെട്ടിത്തൂങ്ങാനുള്ള കയറും കൊണ്ട് വേണം വരാൻ. തിന്നാനെടുക്ക്. പോടാ. എന്നോട് അഡ്വാൻസ് വാങ്ങി വണ്ടി നീ ശ്രീധരൻ കൊടുത്തു. അല്ലടാ നെറികെട്ടവൻ. നിന്നെ ഞാൻ മായാബസർ കാണിക്കണം. ഇല്ലേ രമേശ്, ഇടപെടരുത്. കൺമുന്നിട്ടൊരു പാവത്തിനെ കൈകാര്യം ചെയ്യുമ്പോ ഇടപെടാതെ വയ്യല്ലോ വിക്രമ. പാവത്താനോ ഇവനോ? നേരം നെറിയില്ലാത്ത പണികൾ അവന്റെ കയ്യില്. ഓ, നമ്മള് വലിയ നേരം നെറിയുള്ള പണിക്കാരനല്ലേ. അതുകൊണ്ടല്ലേ കള്ളവണ്ടി വിക്രമൻ എന്ന പേര് കിട്ടിയത്. തൊളിക്കല്ലേ സെൻട്രൽ ബോൾട്ട് ചെയ്യാൻ ഒരു ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്താടാ കാര്യം? അതെ, ഒരു വണ്ടി കൊണ്ടുവന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുത്തു. ഇവനോട് നീ അച്ചാരം വാങ്ങിയെന്ന് പറഞ്ഞതോ? അതങ്ങ് തിരിച്ചു കൊടുത്താൽ തീർന്നില്ലേ? ഞാനിപ്പൊ നിനക്കൊന്ന് തന്നല്ലോ. കിട്ടി. നീ ഇനി അതെനിക്ക് തിരിച്ചു തന്നാ തന്നെ നിനക്ക് കിട്ടിയത് ഇല്ലാതാവില്ലല്ലോ ഗിരിജ. അതാ പറഞ്ഞത്, ഈ കൊടുക്കൽ വാങ്ങലിനൊക്കെ ഒരു മര്യാദ വേണമെന്ന്. ഒരു മുതല് കൊടുക്കാന്ന് പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിയാ പിന്നെ ആ മുതൽ അയാൾക്ക് തന്നെ കൊടുക്കുന്നതാ ആ പറഞ്ഞ മര്യാദ. ഇല്ലേ രമേശ? പിന്നല്ലാതെ. കാര്യം ഏത് കാര്യമില്ലാത്ത അന്ത പറഞ്ഞാലും കാര്യമില്ലാണ്ടാവും. അതന്നെ കാര്യം ആണല്ലോ. അത് ഭയങ്കര കാര്യം. ഇനി ഇമാതിരി കാര്യങ്ങൾ ചെയ്യരുത്. കേസ് തീർന്നു. ചെല്ലേ.
എന്തിനാ വിക്രമ ഇമ്മാതിരി അക്രമങ്ങള്? നീയും ചെല്ല്. എന്റെ നിഷ്കളങ്ക ഹൃദയത്തിൽ വീതുളി കയറ്റിയനി ഗിരിജന് ദൈവം കൊടുത്ത ശിക്ഷ കണ്ടല്ലോ ആശാനെ. കണ്ടു കണ്ടങ്ങിരിക്കും ഗിരിജനെ തല്ലുകൊള്ളിക്കുന്നതും ഭവാൻ. ഗിരിജന് രണ്ട് കൊള്ളേണ്ടത് തന്നെ. എന്ന് വെച്ചാൽ അയാളെ തല്ലാൻ ഇയാളാരാ? ആര്? വിക്രമനോ? വിക്രമൻ കോഞ്ഞാട്ടം. അവന് കിട്ടണം നല്ലോണം തല്ല്. എന്ന് വെച്ച് ഇവര് ഈ തന്തയും മോനും ആരാ? സുപ്രീം കോടതിക്ക് കയ്യും കാലം വെച്ചതോ? അവരെന്തെങ്കിലും ആയിക്കോട്ടെ, നീ അവരോട് കേറി കൊത്താനും കൊളുത്താനും ഒന്നും നിക്കണ്ട. തമ്മി കൊളുത്താൻ അവരച്ഛനും മോനും തന്നെ ധാരാളം. എന്നാലും അങ്ങനെയല്ലല്ലോ. എല്ലാ കേസും ഇവര് വിധിയാക്കുമെന്ന് ഒന്ന് അറിയണല്ലോ. എവിടെ ചെന്നാലും കേസും കുറെ കേസ് കെട്ടുവാണല്ലോ ജോസേട്ടാ. ഇടയ്ക്ക് എന്തിനാ ഒരു ജോസേട്ടൻ? എന്നോട് പറയാനുള്ളത് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ? ഓ, ഞങ്ങളൊക്കെ വരുത്തന്മാരല്ലേ? അതെ, നിങ്ങളൊക്കെ ഇവിടെ തന്നെ പൊട്ടി മുളച്ച് വളർന്ന് പടർന്ന് പന്തലിച്ചവർ. പേടിച്ചിട്ടാണേ. അതെ, എനിക്ക് ഒറ്റയ്ക്ക് ഞണ്ടാനാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു തരികട ഒപ്പിച്ചേൻ. ഇത് ഇത്രയും വലിയൊരു ഡീസൽ ടാങ്കുമായിട്ട് ഒരു പഴയ വണ്ടി വന്ന് വലിഞ്ഞു കയറിയ സ്ഥിതിക്ക് എനിക്ക് വയ്യ വെച്ചുണ്ടാക്കാൻ. എന്തുണ്ട് കഴിക്കാൻ? എന്ത് കഴിക്കാൻ? ഒരു കല്യാണം കഴിക്കുന്ന മേശ അച്ഛനെ വെച്ച് വിളമ്പി കൊടുക്കാനെങ്കിലും ഒരു പെണ്ണ് വരട്ടെ. അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്കാശാനെ. ഒരു മോൻ കെട്ടുപ്രായം കഴിഞ്ഞു വീടും റോഡും നാടും നിറഞ്ഞു നിൽക്കുക. ആ കേസ് തീർക്കാതെ നാട്ടുകാരുടെ കേസ് തീർക്കാൻ നടക്കുക അച്ഛൻ. അതെ, വലിയ കേസ് തീർക്കുന്ന കൂട്ടരല്ലേ? അതെ. തീർക്കാൻ ഞാനൊരു കേസ് തരട്ടെ? അയ്യേ, ഈ കേസ് തീർക്കാൻ പറ്റുമെങ്കിലേ ഒന്ന് തീർത്ത് ഒഴിവാക്കി തരണേ. കാതൽ, ഞങ്ങൾ ആശാരിമാരുടെ ഉൾക്കാഴ്ചയിൽ തടിമരത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കാതൽ. കാതലുള്ള മരം കാതലില്ലാത്തവരെന്ന് കേട്ടിട്ടില്ലേ? ആ കാതലിലാണ് ഞങ്ങൾ പെരുന്തച്ഛന്റെ പരമ്പര ഉളി പ്രയോഗിക്കുന്നത്. ഒരു കാര്യം സംസാരിച്ച് തീരുമാനിക്കാനിരിക്കുമ്പോ പെരുന്തച്ഛൻ സിനിമയുടെ തിരക്കഥ വായിക്കാം. ഇത് മറ്റൊരു കാതൽ. അതാണ് ഗോവിന്ദനാശാരി ഇപ്പൊ ഈ പറയുന്ന കാതലിന്റെ കാതൽ. പ്രേമം, പ്രണയം, മുഹബത്ത്, ലവ്, പ്യാർ, ഇഷ്ക് എന്നൊക്കെ പറയുന്ന കാതൽ. അതാണ് മായക്കുട്ടിയുടെ കാതൽ. കേട്ടിട്ടില്ലേ? കാതൽ പൈത്യം, പ്രേമ ഭ്രാന്ത്. മനസ്സിലായല്ലോ? ഉളി വെച്ചേ പറ്റൂ രമേശ. അത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത് ഗോവിന്ദ. ലൗകിക ജീവിതത്തെ കുറിച്ച് എനിക്കറിയാത്തത് കൊണ്ട് ആ ഉളി പ്രയോഗം എനിക്ക് അറിയില്ല രമേശ. എടാ, ഒരു വഴിയുണ്ട്, ഒരസല് വഴി. പെരുവഴിയായിരിക്കും, പണ്ട് അച്ഛൻ നടന്ന വഴി. പഴയ കുപ്പി പാട്ട അലൂമിനി പാത്രങ്ങളെ. അതാണോ? അതല്ലടാ കൊരങ്ങ. എടാ, ഈ പെണ്ണെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സത്യമാണ്. നമ്മളെ പോലെയല്ല, നന്മയുള്ള ജാതികളാ. ഏത് പട്ടിണിയും പരിവട്ടവും ഒക്കെ സഹിക്കും, മരിക്കുവോളം കൂടെ നടക്കും, നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കും. പക്ഷേങ്കിൽ വേറൊരു പെണ്ണ് നമ്മുടെ മനസ്സിലുണ്ടെന്നറിഞ്ഞാൽ അത് മാത്രം സഹിക്കില്ല ഒരു പെണ്ണും. എനിക്കൊരു പെണ്ണ് വേണം. ഇത് പറയാനാണ് രമേശ നമ്മ ഇത്രയും ദൂരം വന്നത്. ഇവന്റെ ഒക്കെ ഒരു കാര്യമായി വിവാഹം എന്നൊക്കെ പറയുന്നത് ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒരാപത്തല്ലേ? അതൊക്കെ ഇത്ര സീരിയസ് ആക്കണോ? പറ രമേശ. എന്റെ അറിവിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അല്ല, കെട്ടാനാണെങ്കിൽ നിന്നെ കെട്ടാൻ ഭ്രാന്തെടുത്ത് നടക്കണ മായക്കുട്ടിയില്ലേ? ലൈവായിട്ടൊരു ഉമ്മ കിട്ടിന്ന് പറഞ്ഞു. എനിക്ക് കെട്ടാനല്ല പെണ്ണ് വേണ്ടത്. അയ്യേ, നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ രമേശ. എന്ത് പറ്റും നിനക്ക്? അല്ല, അത് നീ വിചാരിക്കുന്ന പോലെ ഈ ഞാനിപ്പോ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ലോ. നീ അങ്ങനെ എന്നെ പറ്റി വിചാരിച്ചു പോയില്ലേ? അല്ല, നീ എന്നെ എന്ത് ബ്രോക്കാണ് രമേശ ഇത്രയും കാലം കണ്ടിരിക്കുന്നത്? കഴുതേ, ഒരു ബാധ ഒഴിപ്പിക്കാൻ ഒരു പൂജ, ഒരു നൃത്ത സംഗീത പൂജ, അതിന് പറ്റിയ ഒരു പെണ്ണ വേണ്ടത്. ഓ, നമ്മുടെ റിയാലിറ്റി ഷോ പോലത്തെ ഒരു സംഗതി. ആ, അതന്നെ. ഒരുത്തി വരണം, ആടണം, പാടണം, നാട്ടുകാർ മുഴുവൻ അവളുടെ കൂടെ ആടുകയും പാടുകയും ചെയ്യണം. കക്ഷികളുണ്ട്, പക്ഷെ എല്ലാം കുഴപ്പം പാർട്ടികളാണെന്നേ. ഗിരിജ രാമനാഥൻ, ചേ വേണ്ട, ലതിക, രാധിക, മണിമാല, ചേ ഉണ്ട്. ഒരു സംഗതിയുണ്ട്, അത് ഓക്കെയാണ്. ആ സംഗതി ഓക്കെയാണ് രമേശ. നീ മാത്രം ഒരു സംഗതിയാക്കി വെക്കാതെ സംഗതി വെളിപ്പെടുത്തി ഗിരിജ. എന്താ സംഗതി? കത്രീന.
അത് അമേരിക്കയിൽ ആഞ്ഞടിച്ചൊരു കൊടുങ്കാറ്റല്ലേ? ഇവളും ഒരു കൊടുങ്കാറ്റാണ് രമേശ, കൊടും കാറ്റ്. തീരത്തെ പൂവണിച്ചില്ലേ നിൻ കൈത്താളമോടെ പാടിയതോ പൂങ്കുയിൽ പൂമരക്കൊമ്പത്തെ പൂങ്കുയിൽ നീയല്ലേ പൊന്നോണമോടെ വന്നു ചേരൂ ജീവന് തൊടുത്തങ്ങു നിൽക്കും നിന്നെ തനിച്ചൊന്നു കാണാനെന്നും കളക്കണ്ണുമിട്ടുന്നില്ലേ മൗനമേ കടക്കണ്ണു കൊണ്ടേ നീയോ വിളിക്കുന്ന വീരപ്പൊന്നെ വിളയ്ക്കുന്ന മോഹം താനി നെഞ്ചിനുള്ളിലായി ചില്ല് ചില്ലി മുന്നിൽ നിന്നും നാട്ടു സുന്ദരി പെണ്ണെ നില്ല നില്ല നീ നാണിക്കല്ലേ നല്ല കണിയഴകേ തനിച്ചൊന്നു കാണാനെന്നും കടക്കണ്ണുമിട്ടുന്നില്ലേ മൗനമേ കടക്കണ്ണു കൊണ്ടേ നീയോ വിളയ്ക്കുന്ന നേരം പൊന്നെ വിളയ്ക്കുന്ന മോഹം താനി നെഞ്ചിനുള്ളിലായി ചില്ല ചില്ല നീ മണ്ണിൽ നിന്നും നാട്ടു സുന്ദരി പെണ്ണെ നില്ല നില്ല നീ നാണിക്കല്ലേ നല്ല കണിയഴകേ പാട്ടുമോടും പെൺകിളി നിന്നാദമധുരിമനീളെ കേട്ടുകൊണ്ടേ കണ്ടിരിക്കാനുള്ള കളമൊഴി നീയേ എന്നെ കൂട്ടിലെന്നു നീ ചങ്ങാലിയല്ലേ എൻ മനസ്സിന്റെ പിന്നിൽ നീ മാറിവില്ലല്ലേ നിന്തലയ്ക്കുള്ളിൽ വീഴും ഭൂമിയിലല്ല പെണ്ണി കണ്ണിനയ്ക്കുള്ളൊരു സുന്ദരൻ കരടാകല്ലേ കണ്ണിൽ വന്നിനകീരല്ലേ മുന്നിൽ കൊക്കിലുടയ്ക്കണ മുൾമുനയാനെ പോലെ വായാതി കടല് തിളയ്ക്കുന്നുണ്ട് ഈ കടല് പറക്കുന്നുണ്ട് പെൺകഥയോ വെങ്കരിയോ കണ്ടു കൂട്ടാടി തൊലച്ച് ബസാറിന്റെ വാർഷികാഘോഷം കൊഴുപ്പിക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഏതൊരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് തല്ല പാകിച്ചു തന്നല്ലേ മാഡം സോറി, പറ്റിപ്പോയി.
മായക്കുട്ടിയുടെ ഭാഗത്ത് നിന്നും ഇത്ര മായമില്ലാത്ത ഒരു സംഘടന ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ തനിക്ക് കിട്ടിയതോ? ഒട്ടും മായമില്ല, പക്ഷെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എവിടെ ആ യങ് മാൻ? എന്ന് വെച്ചാല് എന്നെ വിളിച്ചു വരുത്തിയ ആ കൊരങ്ങൻ. ഓ രമേശൻ. ഒറ്റട്ടിയെന്നുണ്ടല്ലോ. അടുത്ത നിങ്ങൾ കിട്ടാ വേണേ പോയി മേടിച്ചോ. ഞാൻ എന്ത് ചെയ്ത്? നീ ഇങ്ങോട്ട് മാറ്. അങ്ങോട്ട് മാറ്. ഇങ്ങോട്ട് മാറ്. ഞാൻ വിളിക്കട്ടെ. എനിക്ക് വിളിക്കണം, എനിക്ക് എന്റെ ഭാവി നോക്കണമെന്ന് പറഞ്ഞു. രമേശന് ഇതിനകത്തില്ലേ? ഞാൻ മോറേസ് ഇടിച്ച് ചത്തുപോയി. ഞാൻ നിരപരാധിയാ. എക്കത്തിനും കാരണം ഓടിപ്പോയ ഓൾഡ് മാനാ. അയാളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ആളൊരു ഭക്ഷണനാണ്. ആരാത്? എന്റെ ഒരു ബന്ധുവാ, വകയിലൊരു അച്ഛനായിട്ട് വരും. ഓ, കണ്ടാ തോന്നില്ല കേട്ടോ. എനിക്കും തോന്നില്ല, പിന്നെ പറഞ്ഞപ്പോഴാ മനസ്സിലായത്. സോ ഹാൻസം. ഹാൻഡ്സ് വിടൂ, ഹാൻഡ്സ് വിടൂ. വിളിച്ചാ മതി, ഞാൻ വരാം. പാടാം പാടാം. ഓക്കെ ഓക്കെ, ബൈ. ബൈ. കാറ്റ് പോലെ വന്നത് ക്യാറ്റ് പോലെ പോയി. അവളുടെ ഒരമ്മയുടെ ഭഗവതി സേവ. ആട്ടം പാട്ടും ആളക്കളിയാക്കലും, അതും എനിക്ക് അവകാശപ്പെട്ട എന്റെ മണ്ണിൽ നിന്നിട്ട്. ആർക്ക് അവകാശപ്പെട്ടതാണെന്ന് കോടതി തീരുമാനിക്കും. കോടതി ആരെ കണ്ട തള്ള നേളിക്കണേ? ആ രമേശിനെയാ. ഈശ്വരനെ മാത്രം കണ്ടിട്ട് ഞാനും എന്റെ കുട്ടിയും നിന്റെ ഈ ആട്ടും തുപ്പും അക്രമവും കടിച്ചിറക്കി കഴിയണേ. അക്രമോ? മര്യാദയ്ക്ക് എന്റെ സ്ഥലം ഒഴിഞ്ഞ് തന്നില്ലെങ്കിൽ ഈ പോരക്ക് ഞാൻ തീടും. അപ്പ കാണും തള്ള ഭദ്രന്റെ അക്രമം എന്താന്ന്. എന്താണ്ടത്? ഇവര് രണ്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടില് രാത്രി കയറി വന്ന് നീ ഇങ്ങനെ ഹൈ, അയ്യോ, രണ്ട് പെൺചെറുക്കുകൾ ഒറ്റയ്ക്കോ? ഇരിക്കല്ലേ രക്ഷകർത്താക്കള്. എടോ കിളവാ, ചത്തുപോയ എന്റെ തന്ത അയ്യപ്പ പൊട്ടനെ പറഞ്ഞു പറ്റിച്ച് പൊന്നുമില്ലുള്ള ഈ സ്ഥലം അന്ന് ഈ തള്ളക്കും ഇവരുടെ ചത്തുപോയ കെട്ടിയവനും തരാക്കി കൊടുത്തത് താനും കൂടി അല്ലടോ? അല്ലടോ? ആരും ആരെയും പറ്റിച്ചതും തരാക്കിയതൊന്നുമല്ല. മനസ്സ് വളരാത്ത കാലത്തോളം നിന്റെ അച്ഛൻ അയ്യപ്പന്റെ മനസ്സിന്റെ വലിപ്പം നിനക്കൊട്ട് മനസ്സിലാവില്ല. പണ്ട് അച്ഛൻ ദാനം കൊടുത്ത ഇത്തിരി മണ്ണിന്റെ പേരില് നീ എന്നാ നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചോടാ. ദാനം അത് കഥ, കടലാസും രേഖയൊന്നും ഇല്ലല്ലോ. ഉണ്ടതല്ലേ? അത് കാര്യം. അക്കാര്യത്തിനൊന്നും പറഞ്ഞ് രമേശൻ ദൈവം എനിക്കെതിരെ കേസ് നടത്ത എന്നോട്. അവന് ഈ തള്ളേനും മോളെയും കൂട്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു വിനോദയാത്ര പോണം. അതന്നെ ഈ മൂദേവിക്കാന്ന് വെച്ചാ അവന്റെ മണം തട്ടുമ്പോ ഒരു ഹരമൂക്കലും മൂപ്പിക്കാൻ നിങ്ങൾ കുറച്ച് മാമമാരും. ഭദ്ര, കള്ള് ഞാനും കുടിക്കാറുണ്ട്. പക്ഷെ നീ കാണിക്കുന്ന വെളിവുകേടുണ്ടല്ലോ, അത് കള്ളിന്റെ അല്ല, നിന്റെ കള്ളത്തരത്തിന്റെയാ. പട്ട് പോലത്തെ രമേശിനെ പറ്റിയും പാവം ഈ പെണ്ണുങ്ങളെയും കുറിച്ചൊക്കെ ഇമാതിരി നേരെ നിറിയില്ലാത്ത വർത്തമാനം പറഞ്ഞാലേ ദൈവം പൊറുക്കൂലടാ. അവനെ പറ്റി പറയുമ്പോ പൊള്ളണ്ടാ. ഭദ്ര, കൈയും കാലം എനിക്കൊണ്ടാ. അടിച്ചാലും തൊഴിച്ചാലും നിനക്ക് കൊള്ളുകയും ചെയ്യും. അതേടാ പോട്ടടാ, അവനും ഇപ്പൊ ബോധമില്ല. നിനക്കെന്തല്ലോ അവന് ദൈവം കൊടുത്തോളൂ. ഞാനതങ്ങ് വാങ്ങിച്ചോളാട്ടാ. ഭദ്രനുള്ളത് ഭദ്രൻ വാങ്ങിച്ചിരിക്കും. നിന്റെ മറ്റവനോട് പറഞ്ഞേക്ക് ഈ മണ്ണ് ഞാൻ വിടില്ലെന്ന്. മാറി തന്നെ. അവന് വേണ്ടത് ഈ മണ്ണല്ല, ഇവിടത്തെ പെണ്ണ. കേസാണ്. ജയിച്ചൊന്നും വരും, തോറ്റൊന്നും വരും. നീ അഥവാ തോറ്റോന്ന് വെക്കാം, ആ നിമിഷം ഭദ്രൻ ഈ മുറ്റത്തുണ്ടാവും, പുരക്ക് തീടലും അടിച്ചുപൊളിയും ഒക്കെ ആയിട്ട്. അല്ല, മായ ഭദ്രന് കെട്ടിച്ചു കൊടുത്താൽ എന്താ? അവൻ അതല്ലേ ആഗ്രഹിച്ചു നടക്കുന്നത്. പണവും സ്വത്തും ആരോഗ്യവും ആണത്തും ഒക്കെ ഉണ്ട്. പിന്നെ ചെറിയ കുറവ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പെണ്ണ് വിചാരിച്ചാൽ നേരെയാക്കാവുന്നല്ലേ ഉള്ളൂ. അവളുടെ മനസ്സില് അറിയാം. അത് തന്നെയാണ് ഭദ്രന്റെയും പ്രശ്നം. മായ ബസാറിൽ ചോര വീഴാൻ അവളുടെ കുട്ടിക്കളി ഒരു കാരണമാവരുത്. ഭദ്രനോട് എതിർത്തും വഴക്കിട്ടും ഇവിടെ ഇങ്ങനെ എത്ര കാലം എന്ന് വെച്ചാ. ഭൂലോകം ഈ മായാ ബസാറിനും മായന്നൂറിനും പുറത്തേക്ക് കുറച്ചുകൂടെ ഉണ്ടല്ലോ അല്ലേ? ഏതെങ്കിലും ചായക്കടയില് അരിവെപ്പ് ജോലി ചെയ്തിട്ടാണെങ്കിലും ചാവുകളും ജീവിക്കും. അതല്ല, ഭദ്രന്റെ കൂടെയൊക്കെ ജീവിക്കേണ്ട ഒരു ഗതികേട് വന്നാ അത് അവിടെ വെച്ചങ്ങോട്ട് നിർത്തും. ജീവിക്കാനല്ലേ ആരുടെയെങ്കിലും സ്നേഹവും സഹായവും ഒക്കെ വേണ്ടത്. ചാവാനത് വേണ്ടല്ലോ. കണ്ടാൽ അറിയാത്ത പശുക്കുട്ടിക്ക് കൊണ്ടാലറിയും. അതന്നെ. ആ ശ്രീനിയെ വാശുവിന് ആരെങ്കിലും കൂട്ടി ചോറുമതികൾ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കും. പൊന്നൂട്ടിയമ്മേ,
കുമാരൻകുട്ടി അച്ഛനെ കൊണ്ട് കോടതിയിലേക്ക് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. മോനെ സാമ്പാറിൽ കാലിടരുതേ, പാവം കിട്ടും. പാവം സാമ്പാർ. തള്ള നിന്റെ മറ്റവന്റെ കൂടെ കേസ് ആഘോഷിക്കാൻ പോയി. കണ്ട വിക്രമ, ഇവള് കണ്ണി കണ്ട തെണ്ടികളുടെ കൂടെ അന്നദാനം ആഘോഷിക്ക. ആശുപത്രിയിൽ ചാവാൻ കിടക്കുന്നവർക്കുള്ള ദാനം. വിക്രമ, എന്നെ തോൽപ്പിക്കാൻ കേസിന് പോയ ആള് അങ്ങനെ വലിയ ആളാവണ്ട. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി ഭദ്രൻ. പറഞ്ഞു കഴിഞ്ഞല്ലോ, എടുത്തു മറക്കണ പുല്ലന്റെ ആളെ പറ്റിക്കാനുള്ള പൊതിച്ചോറ് പ്രസ്ഥാനം. ഭദ്ര, നീ രമേശനും തമ്മിലുള്ള നിങ്ങൾ തമ്മിൽ തീർത്തോ? പാവം കുറെ മനുഷ്യന്മാർക്ക് വിശപ്പടക്കാനുള്ള ചോറും മുതിയോടെ ആവരുത് നിന്റെ തോന്നിയാസം. നായ, അവനോട് പറഞ്ഞേക്ക് കളി ഭദ്രനോട് വേണ്ടാന്ന്. നീ ഏറിയാലൊന്ന് ചാറുവേ ഉള്ളൂ, ഞാൻ പെയ്യും, ഇടിച്ചു കുത്തി പെയ്യും. നിന്റെ ആ മണ്ണും അവൾക്ക് ഇഷ്ടമാണെങ്കിൽ പെണ്ണും നീ എടുത്തോ. പക്ഷേ പാവപ്പെട്ടവന്റെ അന്നത്തിൽ മണ്ണിട്ടാലുണ്ടല്ലോ ഭദ്ര, നീ വല്ലാണ്ട് കളിച്ച ഇല്ലാണ്ടാവുവേ. അന്നമാനടാ അന്നം. നേരത്തിനും കാലത്തിനും ഇത് അങ്ങോട്ട് അകത്തോട്ട് ചെന്നില്ലെങ്കിലേ ഏത് തട്ടുംപുറത്തെ ഭദ്രനായാലും തല വെക്കൂല. കുറെ പാവങ്ങളെ ഇന്ന് ഇതും കാത്ത് അവിടെ ഇരുന്നു. ആരെങ്കിലും ഇത് തിന്നില്ലെങ്കിൽ വെന്ത അരിമണികൾ പൊറുക്കൂല. നീ തന്നെ തിന്നു നിൽക്കുന്നത് മുഴുവൻ. തിന്നടാ, തിന്ന് തിന്നടാ. എന്നോടുള്ള കളി ഇതോടെ നീ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ അതിന്റെ കേട് നിനക്ക. പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരാശ്വാസമില്ലേ? സിസ്റ്റർ, റിപ്പീറ്റ് ദ സെയിം മെഡിസിൻ. അതെ, രമേശിന് ഇന്ന് നേരിട്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാവർക്കും ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തയച്ചത്. ഒരു മിനിറ്റ്, എന്തരാ ആൾക്കാരെ മുമ്പിൽ വെച്ച് അവമാനിക്കരുത് സാർ. ഒരു അബദ്ധം പറ്റിയതാ, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അതിനെന്താ, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നല്ലോ. സംഭവം ഞാൻ അറിഞ്ഞു. ഉടനെ തന്നെ നല്ല ചിക്കൻ ബിരിയാണി വാങ്ങിച്ച് നീ കൊടുത്തയച്ചാന്ന് പറഞ്ഞ് ഞാൻ എല്ലാവർക്കും കൊടുത്തു. എന്താ പോരെ? അതെ, കാശിങ് തന്നേക്കണം. പിന്നെ ആന കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കാം, അന്നം കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചൂടാ. ഡോക്ടറാണ് ഡോക്ടർ. ഒന്ന് പോടാ. സന്തോഷായി. ചെല
നല്ല ഇടിയാ, ആള് തട്ടിപ്പോയെന്നാ തോന്നുന്നത്. എന്താ വിജയ? അതെ രമേശ് ചേട്ടാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്തേ? നീ എവിടുന്നാ? ഹോസ്പിറ്റലിൽ നിന്നാ. രമേശ് ചേട്ടൻ ഒന്ന് അത്യാവശ്യമായി ഇതിലെ വരണം. എന്താടാ? വേഗം എത്ത്, വന്നിട്ട് പറയാം. ഒന്ന് റെഡിയാകേണ്ട സമയം ഞാൻ എത്തി. രമേശ് ചേട്ടാ, എന്താ എന്താ കാര്യം? അത് ഞങ്ങൾക്ക് ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് വിളിച്ചത്. അച്ഛന് രമേശ് ചേട്ടല്ലാതെ വേറെ ആരുമില്ലല്ലോ. ഇല്ല, എന്തേ? കുറച്ചു ദിവസത്തെ ആള് മിസ്സിങ്ങാ. അതങ്ങനെ ഒരു പോക്കങ്ങ് പോയ പിന്നെ വല്ലപ്പോഴും കയറി വരുന്നത്. ഇന്നലെ രാത്രി ഹൈവേയിൽ ഒരു കാർ ആക്സിഡന്റ് മരിച്ച ആളാണ്. എവിടെയാടോ? ഇവിടെയാണ്. ഇന്നലെ നീ എങ്ങാണ്ടൊന്നും ഒരു വണ്ടി കെട്ടിവലിച്ചുകൊണ്ട് വന്നപ്പോഴേ ഞാൻ കരുതി പിന്നാലെ പോലീസ് കാണും. ആ വണ്ടിയാണ് സത്യം. ബുക്കും കടലാസൊക്കെ ഉള്ള ഒറിജിനൽ വണ്ടിയാണ്. ആരാ ഇത്? ഇതങ്ങനെ ആരുമല്ല സാർ, ഞാൻ ഗിരിജന. തന്റെ ജാതി അല്ല ചോദിച്ചത്, എന്റെ പേരാ സാറേ ഞാൻ പറഞ്ഞത്. പിന്നെ താൻ എന്താടോ എന്നെ കണ്ടപ്പോ ഒന്ന് പരിങ്ങിയത്? സത്യമായിട്ട് ഇവൻ ഇന്നലെ ഒരു വണ്ടി കൊണ്ടുവന്ന് വിറ്റത് നേരാ, പക്ഷെ അതൊരു വള്ളകണ്ടി അല്ല, അല്ല കള്ളവണ്ടി അല്ല. ശരിയാണ് സാറേ, ഞാനിപ്പോ എന്ത് ചെയ്താലും എല്ലാവരും എന്നെ സംശയിക്കും. അതെന്താ? ഈ സൂര്യഗ്രഹണ സമയത്ത് ജനിച്ചോണ്ടാണെന്ന് തോന്നുന്നു. മൊത്തത്തിലൊരു കരിവാളിപ്പുണ്ടേ. കള്ള ലക്ഷണം, പക്ഷെ ആള് ശുദ്ധനാ. പാവം. വിളിക്കണോ അവനെ? ആരെയാ സാർ? ആ രമേശനെ. ഓ, രമേശിനെ പിടിക്കാൻ വന്നതാണല്ലേ. രമേശിന്റെ ഏത് അടിപിടി കേസാണ് സാറേ? അപ്പൊ അവൻ ആള് കുഴപ്പക്കാരനാണല്ലേ? അയ്യോ, കുഴപ്പക്കാരനല്ല, കുഴപ്പങ്ങൾ തീർക്കും, പുതിയത് തുടങ്ങി വയ്ക്കുകയും ചെയ്യും. വണ്ടി പൊളിക്കുന്ന സ്ഥലത്തുണ്ടാവും. വാ കാണിക്കാം സാർ. വാടോ. ഓ, നല്ല ഭംഗിയുണ്ടാശാനെ. മായന്നൂരല്ല, ഈ കേരളക്കരയിൽ വേറെ ഇല്ല ഇത്രയും ഭംഗിയുള്ളൊരു മോന്ത. അതെ, സ്വയം കണ്ണാടി കണ്ട് ആസ്വദിക്കാനുള്ളതല്ല ഇതൊന്നും. സ്നേഹിച്ച് പുറകെ നടക്കുന്ന ഒരുത്തിയുണ്ട് ഇവിടെ. ഈ ഞാനേ. വേണ്ട, നീ വാങ്ങിക്കൊണ്ടേന്ന്. ചെല് ചെല്. അതാള്. ഇന്നലെ ആക്സിഡന്റിൽ മരിച്ച ഞാനല്ല. നല്ല ചോദ്യം, നല്ല ഉത്തരം. കാര്യമില്ലാത്തടത്ത് വാ തുറക്കാണ് പച്ചമുട്ട. ഇപ്പൊ കേട്ടല്ലോ, ഒറ്റ കുട്ടി മിണ്ടി പോരുത്. ഇയാളുടെ നാട് എവിടെയാടും? എന്താ നാടില്ലേ?
തന്റെ വായിലെന്താ ബോംബോ? എന്ന് സാറ് പറഞ്ഞതുകൊണ്ട് വായന ഷട്ടർ ഇട്ടു. തനിക്ക് മിണ്ടാം. ആക്സിഡന്റിൽ മരിച്ചയാളുടെ ഊരും പേരും വാലും തലയും ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. ആ ബോഡി കണ്ട ഉടനെ ഈ അറ്റൻഡർ തന്നെ വിളിക്കാനും താൻ ആശുപത്രിയിൽ പോകാനും എന്താ കാരണം? എന്നെ അന്വേഷിച്ച് സാർ ഇവിടെ വരാൻ എന്താ കാരണം? എന്നെ ദൂരെ വെച്ച് കണ്ടപ്പോഴേ സാർ ഒന്ന് ഞെട്ടിപ്പെടാൻ എന്താ കാരണം? ആ കാരണമാണ് സാർ ഈ കാരണങ്ങൾക്കൊക്കെ കാരണം. ഇപ്പൊ കാരണം മനസ്സിലായോ? ഇനി വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞു. അറിയില്ല. ശരി, തന്റെ അച്ഛൻ അറിയാതിരിക്കില്ലല്ലോ അയാളുടെ ആ മകന്റെ സ്ഥലം ഏത് എവിടെയെന്ന്? അയാൾ എന്തിയെ? ആര്? തന്റെ അച്ഛൻ. സാറേ, എന്റെ അച്ഛനെ വിളിച്ച് എന്റെ സ്വഭാവം മാറും കേട്ടോ. ഒരു മുഖച്ചായ ഉണ്ടെന്ന് വെച്ച് ഞങ്ങളുടെ മെക്കിട്ടുകാരാണോ? ഒരാളെ അറിയാൻ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അതിനൊക്കെ ഞാൻ സാറ് ക്ലാസ് എടുക്കണോ? ഐഡന്റിറ്റി കാർഡ്, തിരിച്ചറിയൽ കാർഡ്, അങ്ങനെ എന്തെല്ലാം കാർഡുകൾ, RC ബുക്ക്, ഇൻഷുറൻസ്, അങ്ങനെ എന്തെല്ലാം പേപ്പറുകൾ വണ്ടിക്ക്. ഈ പറഞ്ഞ ഒരു കാർഡും കോപ്പും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. വണ്ടിയാണ് ഗോവ രജിസ്ട്രേഷനും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ സാറേ? ചെയ്യേണ്ടത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ചെയ്തോളൂ. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നിങ്ങളെ അച്ഛനെവിടെ? അച്ഛനോ കുറച്ച് ദിവസമായി എവിടെ എന്ത് ചെയ്യുന്ന ആർക്കും അറിയില്ല. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അച്ഛനെ കാണാതായിട്ട് ദിവസങ്ങളായി. താൻ ഇതുവരെ പോലീസ് പരാതിപ്പെട്ടോ? ഇല്ലല്ലോ. സാറേ, എന്റെ അച്ഛനെ കാണാതാവുന്നത് ആദ്യമായിട്ടല്ല. പുള്ളി ഒരു ദേശാടന പക്ഷിയാ. തോന്നുമ്പോ വരും, തോന്നുമ്പോ പോകും. ഞാൻ ഇനിയും വരും. വേണ്ടി വന്നാൽ പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്യും, അച്ഛനെയും മോനെയും. സൂക്ഷിച്ചോ. അതെ രമേശേട്ടാ, എനിക്കൊരു ഡൗട്ട്. ഈ മരിച്ചയാള് കണ്ട ആപ്പൂപ്പയല്ലെന്ന് ഉറപ്പാണല്ലോ. ഒരു പേഴ്സോ കാർഡോ ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോ അതിലെന്തോ ഗുഡൻസ് ഉണ്ട്. രമേശേട്ടാ, എനിക്ക് നമ്മുടെ അറ്റൻഡർ സ്റ്റീഫൻ സംശയമുണ്ട്. ഇന്നലെ ബോഡി വരുമ്പോ അവ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇടിച്ചൊന്നും ഞൊട്ടിയാ കിട്ടും. സ്റ്റീഫൻ ഒന്ന് ഇങ്ങോട്ട് വന്നേ. താൻ വിളിക്കുന്നിടത്തേക്ക് വരാൻ ഞാനാരാ? തന്റെ ജോലിക്കാരനോ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ ജോലി ഞാനായിട്ട് തന്നെ തീർക്കാം. വേണ്ട, ഞാനൊരു സർക്കാർ ജീവനക്കാരനാ. ഡ്യൂട്ടി സമയത്ത് എന്നോട് കളിച്ചാ വിവരം അറിയുന്നീ. ഡ്യൂട്ടി ഇതല്ലടാ. ഡ്യൂട്ടി സമയത്ത് നിന്റെ ലൂട്ടി. എടുത്തോ. ഇന്നലെ ആക്സിഡന്റ് മരിച്ചയാളുടെ പേഴ്സും വേണം. ഞാൻ തരാം. ഡോക്ടർ, ആ ജനറൽ വാർഡ് കിടക്കുന്ന മണികണ്ഠന്റെ അവസ്ഥ വളരെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അയാളുടെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. ഓഹോ. അവരാണ്. നീങ്ങ വന്നേ. ആ വരുന്നത് ആ മരിച്ച ആളുടെ ബന്ധുക്കളാ. നിന്നെ ഇപ്പൊ അവര് കാണണ്ട. ചെല വാ. അല്ല, താൻ ഇതുവരെ അത് വിട്ടില്ലേ? ഞാൻ വിടാത്തതല്ല, അയാൾ എന്നെ വിട്ടുപോകുന്നില്ല. ഒരാളെ പോലെ 7 പേരുണ്ടാവുന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരാളെ പോലെ 7 8 പേരുണ്ടാവട്ടെ, എന്റെ പ്രശ്നം അതല്ല. ആ ബോഡി താൻ കാണാനിടയായ സാഹചര്യം, അതുണ്ടാക്കിയ ഉൾക്കിടിലം, ഇമ്പാക്ട്. തൽക്കാലം എന്റെ പൊന്നുമോൻ അതൊക്കെ അങ്ങ് വിട്ടുകളയാനേ. എന്നിട്ട് വല്ല വണ്ടിയും തല്ലിപ്പൊളിച്ച് 10 പുത്തനുണ്ടാക്കി നാട്ടുകാർക്ക് ചോറ് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ആട്ടവും പാട്ടുമായി അടിച്ചുപൊളിച്ച് ജീവിക്കുകയോ എന്തോന്നങ്ങ് ചെയ്യാനേ. ലക്ഷ്മി നാരായണൻ, സൺ ഓഫ് കല്യാൺ നാരായൺ, ലക്ഷ്മി കൃപ ഹൗസ്, ചിറ്റൂർ, പാലക്കാട്. ഈ സത്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളെ എങ്ങനെയെങ്കിലും അറിയിക്കണം. അതിന് സാധിക്കും മുമ്പേ ചിലപ്പോൾ ഞാൻ കൊല്ലപ്പെട്ടേക്കാം, അല്ലെങ്കിൽ എന്റെ ആത്മഹത്യ. ഈശ്വരൻ പോലും കൈവിട്ട എന്നെ സഹായിക്കുമോ? നിങ്ങൾക്കതിന് സാധിക്കട്ടെ. ഈ കുറിപ്പാണിപ്പോ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. തന്റെ ഏതോ അപകടകരമായ സത്യാവസ്ഥയെക്കുറിച്ച് അയാൾ ആർക്കും എഴുതിയത്.
സഹായത്തിന് വേണ്ടി ആരോടോ അഭ്യർത്ഥിച്ചതാ. ഡോക്ടർ പറഞ്ഞ പോലെ എനിക്ക് വേണമെങ്കിൽ ഒന്ന് കുളിച്ച് രണ്ടെണ്ണം വീശി എല്ലാം ഇട്ടെറിഞ്ഞ് എന്റെ വഴിക്ക് പോവാം. പക്ഷേ കാലിൽ ചുറ്റിപ്പിടിക്കുന്നത് പോലെ, പിന്നെയും പിന്നെയും പിടിമുറുക്കുന്നത് പോലെ. ജീവനോട് കണ്ടിട്ടില്ലെങ്കിലും സഹായിക്കണേ എന്ന് കാതിൽ മന്ത്രിക്കുന്നത് പോലെ. ആരടാ ഈ കള്ളവണ്ടി വിക്രമൻ? അവന്റെ പേര് വിക്രമെന്നാ. എന്റെ ആളാ. എന്റെ അപ്പൊ നിന്നെ പൊക്കിയാലും മതി. പൊക്ക ഞാനെന്താ ഇവിടെ കയ്യും കാലും കുഴഞ്ഞ് കിടക്കണോ? മതി. കട്ടവനെ പിടിക്കുക, അല്ലാതെ വണ്ടി കാശ് കൊടുത്ത് മേടിച്ചോണ്ട് മെക്കിട്ടേറാൻ വന്നിട്ടുണ്ടല്ലോ. കളവും കേസും തെളിയിക്കുന്ന എല്ലായിടത്തും പോലീസും കോടതിയും ഉണ്ട്. പക്ഷെ ഇവിടത്തെ കോടതിയും പോലീസും മൈഷെട്ട് തഹസിൽദാരും ഒക്കെ ഞങ്ങൾ തന്നെയാ. മായ ബസാറിൽ പോക്രിത്തരം കാണിക്കാൻ വന്നാലുണ്ടല്ലോ, വണ്ടി പൊളിക്കുന്ന സ്ഥലവാ. പച്ചക്ക് വെട്ടി പൊളിക്കും ഞാൻ. രമേശ വെറുതെ ഒരു പാരയെടുത്ത് കുത്തിയതാ, അത് ഇളക്കാൻ പറ്റുന്നില്ല. എടാ, ഒരു പാരയ്ക്ക് മറ്റൊരു പാരയെ കണ്ടുകൂടെന്ന് കേട്ടിട്ടില്ലേ? കിളവൻ ഗൾഫിൽ നിന്നാ വരുന്നത്, റങ്ക് പെട്ടിയൊക്കെ. പിന്നെ കണ്ണു കാണാൻ രമേശ, നിന്റെ അച്ഛൻ കള്ളൻ നിന്റെ അച്ഛൻ അതല്ലെന്ന്. ആക്രി ദാമോദരേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് മാഞ്ഞുപോയി. ഒന്ന് ചെന്ന് സത്യത്തിൽ നിങ്ങൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? തല്ലിക്കൊല്ലാൻ പറ്റുവോ? തന്തയായി പോയില്ലേ എന്നൊന്നും നീ നോക്കൂലെന്ന് എനിക്കറിയാം. ഞാൻ ഈ കുറി നിന്റെ കാശൊന്നും കട്ടോണ്ട് പോയിട്ടില്ലല്ലോ. എന്റെ പൊന്നുമാൻ, ആ ചുറ്റിക താഴെയിട്. അതവിടെ ഇരിക്കട്ടെ, ചിലപ്പോ ആവശ്യം വരും. വെറുതെ പേടിപ്പിക്കല്ലേ, നിനക്കറിയാലോ എനിക്ക് ഹാർട്ടുള്ളതാ. എന്ത്? ഹാർട്ടിന് കേടുള്ളതാണെന്ന്. പേടിപ്പിച്ച തട്ടിപ്പോവും. ചുറ്റിക താഴെയിട്. ഹാർട്ട്? നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്പെയർ പാർട്സ് ഒക്കെ ഉണ്ടോ തന്റെ? വീടെവിടാ? നമ്മുടെ വീട് ചെറുപ്പളശ്ശേരി അല്ലേടാ? അതല്ല, ചിന്ന വീട് നിങ്ങളുടെ. അതെവിടാന്നാ ചോദിച്ചത്. ചിന്ന വീടോ? എനിക്കോ? നിനക്കെന്തോ കുഴപ്പമുണ്ട് രമേശ. നീ ആ ചുറ്റിക താഴെയിട്. ആ ഭാര്യയിൽ എത്ര മക്കളുണ്ട്? ആണെത്ര പെണ്ണെത്ര? കണ്ടാൽ എന്നെ പോലെയുള്ള ഇതേ മുഖമുള്ളവന്മാരെത്ര? ഇത് ഭ്രാന്താ. അല്ലെങ്കിലേ നിനക്ക് വെട്ടുകത്തിയ സ്വഭാവം ഉള്ളതാ. കൂടെ ഭ്രാന്തും കൂടെ വന്നാൽ രമേശ ചുറ്റിക താഴെയിട്. എടാ ചുറ്റിക താഴെയിടാൻ. മോനെ, നിന്റെ അച്ഛനാടാ പറയുന്നത് ചുറ്റിക താഴെയിടാൻ. ഇവിടെ എന്താ കിരീട സിനിമയുടെ ക്ലൈമാക്സോ? അയ്യോ,
കഴിഞ്ഞ ദിവസം ആക്സിഡന്റിൽ മരിച്ച ഒരാൾക്ക് രമേശന്റെ അതേ മുഖം, അതേ രൂപം. അതിവനെല്ലാം ആരും പറയില്ല. അത് ഇവനല്ലല്ലോടാ. അതിവനല്ല. ചേട്ടൻ സത്യം ചേട്ടൻ എവിടെയെങ്കിലും വല്ല ചുറ്റിക്കളയും ഉണ്ടോ? ഭാര്യയും മക്കളും എന്റെ അറിവിലില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇവനെ പോലെ ആവില്ലല്ലോ. അതെന്താ? എടാ ഇവന് ഇവന്റെ അമ്മയുടെ മുഖച്ചായ. അപ്പോഴോ എന്താ ഡോക്ടർ? ആ ലക്ഷ്മി നാരായണന്റെ എഴുത്തിന്റെ കഷ്ണം നിന്റെ കയ്യിലില്ലേ? ഉണ്ട്. ബാക്കേറെ പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്തായതുകൊണ്ടാ ഈ വഴിക്ക് വന്നത്. ആ കാശും കത്തും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങ് ഏൽപ്പിച്ചേക്കാം. ബാക്കിയൊക്കെ അവര് നോക്കട്ടെ. അത് നേരത്തെ ചെയ്യണ്ടായിരുന്നു. ഇനിയിപ്പോ അതല്ല രമേശ, അയാളുടെ കാര്യത്തിൽ ചില കുഴച്ചിലുകളൊക്കെ ഉണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചു. മരണകാരണം ആക്സിഡന്റ് കൊണ്ടുണ്ടായ ആന്തരിക രക്തസ്രാവം തന്നെയാ. എന്ന് വെച്ചാ ഡെത്ത് ഡ്യൂ ടു ഹെമറേജ്. പിന്നെന്താ? പക്ഷേ ഈ ആക്സിഡന്റിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒന്നുകിൽ പുറകോട്ടുള്ള ഒരു വീഴ്ചയിൽ അല്ലെങ്കിൽ പുറകിൽ നിന്നുള്ള ശക്തമായ ഒരു അടിയിൽ തലയുടെ പുറവശത്തൊരു ക്ഷതമേറ്റിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവരത് ഹൈലൈറ്റ് ചെയ്യായിരുന്നത് പ്രധാനമായും മരണകാരണം അതല്ല. പിന്നെ അതിന്റെ പിന്നാലെ പോയി കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് ആർക്കെന്ത് കാര്യം ഓർത്തിട്ടാ? കാര്യമുണ്ടല്ലോ. തലയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പറ്റിയ ബാലൻസ് പോകും. ബാലൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കും. അപ്പോ അപകടം ഉണ്ടാകാൻ കാരണം ഒന്നുകിൽ ആ അടി അല്ലെങ്കിൽ ആ വീഴ്ച. ആരടിച്ചു, എങ്ങനെ വീണു? താനിതാര്? CBI-യോ? CBI-യും പോലീസൊന്നും ആയിട്ടല്ല ഡോക്ടറെ. പോലീസിന് വേണമെങ്കിൽ അവർ അന്വേഷിച്ചോട്ടെ. പക്ഷേ എനിക്കിതൊന്നും അറിയണം. അച്ഛാ, മകാ ആ വീട് എടുത്തോണ്ടിരിക്കുക. അവിടെ ചെന്ന് ചാടിക്കൊടുത്ത് ചളമാവാൻ നിൽക്കാതെ ഇപ്പോഴെങ്കിലും ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ തടി കേടാതിരിക്കാൻ ഞങ്ങൾ സഹായിക്കാം. അല്ലേ ഡോക്ടറെ? ചേട്ടാ, പഴയ കാലമൊന്നുമല്ല. ഏത് കള്ളവും പൊളിയും. DNA ടെസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ തടി ഊരാൻ പറ്റില്ല കേട്ടോ. രമേശ, നമുക്ക് പോളിയോഗ്രാഫ് ടെസ്റ്റിന് വിധേയനാക്കിയാലോ? എടാ പോളിയോ ഒക്കെ ഞാൻ ചെറുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. അതൊന്നും പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കണ്ട. ദേ ഒന്നെനിക്ക് ഉറപ്പാ, എന്റെ ഓർമ്മയിൽ ഇവനല്ലാതെ എനിക്ക് വേറെ മക്കളില്ല. ഓർമ്മയും ബോധമുള്ള കാലം എന്നുണ്ടായിരുന്നു. ചാരായപ്പുറത്ത് പറ്റിപ്പോയതായിരിക്കും. എടാ നിന്നെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്, പക്ഷെ നിന്റെ അമ്മയെ ഒരിക്കലും ഞാൻ പറ്റിച്ചിട്ടില്ല. അതിനായോ? എനിക്ക് വേറൊരു സംശയം. ഒരു മോനെ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ അച്ഛനും മോനും അല്ലേ? ആ മരിച്ച കക്ഷിയാണോ ചേട്ടന്റെ യഥാർത്ഥ മോൻ? അവരതിലേറെ കൊള്ളാം. അതാണ് ലക്ഷ്മി കൃപ. പിന്നെ ആ വീട്ടിൽ ചെന്ന ഒരക്ഷരം മിണ്ടരുത്. അല്ല ഊമയാണെന്ന് ഞാൻ പറഞ്ഞോളാം. ഷൈൻ ചെയ്യാം. ഊമന്റെ അപ്പൻ. താനിവിടെ ഇരിക്കെ. ആർക്കും വല്ലാതെ മുഖം കൊടുക്കണ്ട. എന്റെ അനന്തരവനായതുകൊണ്ട് പറയുകയല്ല. ലക്ഷ്മി നാരായണന്റെ ഫോട്ടോ കണ്ടാൽ ആരും ഇങ്ങനെ ഇരുന്നു പോകും. നേരിട്ട് കണ്ടാലോ മുഖത്തുനിന്ന് കണ്ണെടുക്കില്ല. അത്രയ്ക്ക് ഹാൻസം അല്ലേ? പിന്നെ സ്വഭാവം, ഒരു ഡ്രിങ്ക്സ് ഇല്ല, സ്മോക്ക് ഇല്ല. ഞങ്ങളുടെ കാസ്റ്റിൽ തന്നെ നോൺ കഴിക്കുന്ന ധാരാളം പേരുണ്ട്. ബട്ട് ലക്ഷ്മി നോ. എന്നിട്ടും പോയി. ലക്ഷ്മി നാരായണന്റെ ഫാമിലി, ഐ മീൻ ഭാര്യ, മക്കൾ? അമ്മാവൻ കല്യാണം കഴിച്ചിരുന്നില്ല. ഓ. ലക്ഷ്മി നാരായണന്റെ അമ്മയാ എന്റെ സഹോദരി. മകന്റെയാണ്. ഇതിൽ കുറച്ച് കാശും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരിട്ട് ഏൽപ്പിക്കാമെന്ന് വെച്ചു. എന്റെ കുട്ടി പോയി, പിന്നെന്തിനാ? സത്യം പറ. എന്താ? ഊമയാ. മനസ്സിൽ ഇതുപോലെ വിഷമം വന്നാൽ ചില ആംഗ്യങ്ങൾ കാണിക്കും. അതും വല്ലപ്പോഴും. ലക്ഷ്മി നാരായണന് ശത്രുക്കൾ ആരെങ്കിലും? എന്തിനാ അവന് ശത്രുക്കള്? ആരെയെങ്കിലും ദ്രോഹിക്കാനോ പിണങ്ങാനോ അറിയോ എന്റെ മോന്? അല്ല ഡോക്ടർ അങ്ങനെ ചോദിക്കാൻ കാരണം? ചോദിച്ചോന്ന് മാത്രം. ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അമ്മാവന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, സൈമൺ ജോസഫ്.
കോയമ്പത്തൂർ ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു. ഇത് സംഭവിക്കുന്നതിന്റെ 2 ദിവസം മുൻപ് കൂടി അവര് തമ്മിൽ കണ്ടതാ. ഇന്നും അവനോട് വന്നിട്ട് പോയതാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പറയണ്ടേ? ഒന്നും ഉണ്ടായിട്ടല്ല, എന്തായാലും സംഭവിച്ചു കഴിഞ്ഞു. ഈശ്വരനിൽ സമർപ്പിച്ച് എല്ലാം സഹിക്കാൻ ശ്രമിക്കുക. ഇറങ്ങട്ടെ. എടാ, ഇത് അവൻ തന്നെയാ, അവൻ തന്നെയാ. എന്താ പറഞ്ഞേ? ഊമയാണ്, പക്ഷെ ചില സമയങ്ങളിൽ ഇങ്ങനെ അവൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പണ്ട് മുതലേ ഇങ്ങനെ തന്നെ. ഇത്ര ഉള്ളപ്പോഴും എനിക്ക് അറിയാവുന്നുള്ളല്ലേ. വന്നേ, അവൻ തന്നെയാ. ഇതവൻ തന്നെ, ഇതവൻ തന്നെ. അയാൾ ആരോ ഒരാൾ, അത് ഏതോ ഒരു കഥ. ആ ചാപ്റ്റർ ഇവിടെയും ക്ലോസ് ചെയ്തേരെ. എന്നിട്ട് തന്റെ വണ്ടിപൊളിയും അന്നദാനവും ഒക്കെ ആയിട്ട് ജീവിക്കാൻ നോക്ക്. കാര്യത്തിൽ വലിയ കാര്യം സ്വന്തം കാര്യം. ചെല്ലട്ടെ. ഗുഡ് നൈറ്റ്. ഓട്ടടാ. കേസ് വിധിയായി. അറിഞ്ഞു. നീ ജയിച്ചല്ലോ. നിന്റെ അച്ഛൻ എന്നോ ചെയ്ത നന്മ. ആ അച്ഛനെ നീ കേസ് കൂടി തോൽപ്പിച്ചു. ആയിക്കോട്ടെ, ആ കൂട്ടത്തിൽ നീയും തോറ്റില്ലേ? എനിക്കെന്ത് തേങ്ങയാടോ? ഈ പാവം പിടിച്ച 2 പെണ്ണുങ്ങൾ അവരെ റോഡ് തണ്ടിച്ചിട്ട് അതൊരു ജയമായിട്ട് ആഘോഷിക്കാനാണെങ്കിൽ ഭദ്രം പോയി ആഘോഷിക്കേ. ചെല്ലേ. രമേശ, ഞാൻ പണ്ടേ ആഗ്രഹിച്ചത് അവളെ. പക്ഷെ അവളെ തല്ലിക്കൊന്നാലും നിന്നെ അത്ര സ്നേഹിക്കൂ. സ്നേഹവും മനസ്സൊന്നും മടിച്ചു നേടാനും പിടിച്ചു വാങ്ങാനും കേസ് കൂടി ജയിക്കാൻ പറ്റില്ലെന്ന് പഠിച്ചു. നീ എന്നെ പഠിപ്പിച്ചു രമേശ. ആ കയ്യും തന്നെ നീട്ടിക്കോ രമേശ. രമേശ, ഇവിടത്തെ പോലീസും കോടതിയൊക്കെ നമ്മൾ തന്നെയല്ലേ. ഈ കോടതിയിൽ വിധിയായി. ഈ വീടും സ്ഥലവും ഞാൻ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പോവാ. എന്തേ, അതിന് നീ ഇനി കേസ് കൊടുക്കോ? ഇപ്പോഴാ ഞാൻ ശരിക്കും തോറ്റു. എനിക്കാരുടെയും വീടും ഭൂമിയും ദാനവും ദയും ഒന്നും വേണ്ട. ഒരിത്തിരി സ്നേഹം ഈ മനസ്സിന്ന്. അത് കിട്ടാതെ പോയതിലേ സങ്കടമുള്ളൂ. സ്നേഹിക്കണ്ട, സ്നേഹിക്കുന്നു വെറുതെ ഒന്ന് പറഞ്ഞാ മതി. ഇരുമ്പിന്റെ മനസ്സുള്ള ഈ മനുഷ്യന്മാരുടെ ഇടയില് പേടിക്കാതെ മനസ്സറിഞ്ഞൊന്ന് ഉറങ്ങാൻ നെഞ്ചുറപ്പുള്ള ആണൊരുത്തൻ കാവലുണ്ടെന്ന് നാട്ടുകാരെ തോന്നിപ്പിക്കാനെങ്കിലും അങ്ങനെ ഒരു വാക്ക് അത് മതി എനിക്ക് മരിക്കോളം ജീവിക്കാൻ. ഞാനങ്ങനെ വിചാരിക്കട്ടെ. മിഴിയിൽ
പോലെ നീ കൂട്ടിനുള്ളിൽ ഏറെ നാളായി നൊന്തതെന്തിനോ കയ്യിൽ വളയുടെ ചിരി നീട്ടി കാലിൽ തളയുടെ മണിമീട്ടി മാറിൽ ചന്ദനഗന്ധം ചൂടിനേ സ്വരലയമാകുമ്പോൾ പൂക്കൾ നിറയുമൊരീ മേട്ടിൽ കയ്യിൽ പുതിയൊരു മാലയുമായി വരുവാൻ കിളിയല്ലോ ഞാൻ മിസ്റ്റർ രമേശിനെ ഒന്ന് കിട്ടണമായിരുന്നു. എന്തെയാവോ? അതൊക്കെ നേരി പറയേണ്ട കാര്യങ്ങളാ. രമേശനല്ലേ വരുന്നത്? ആരാ? എന്താ? ഞാൻ സൈമൺ ജോസഫ്. മരിച്ച ലക്ഷ്മി നാരായണന്റെ വളരെ അടുത്ത സുഹൃത്താ. ഡോക്ടർ കോശിയെ കണ്ടു. നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് വന്ന ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. കണ്ടപ്പോൾ അത്ഭുതം തോന്നി. വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ നിങ്ങൾ ആരാണ്? എന്റെ സുഹൃത്ത് ലക്ഷ്മി നാരായണൻ കാർ ആക്സിഡന്റ് മരിച്ചു. ഓക്കെ, പക്ഷെ ആ പോസ്റ്റ്മോർട്ടം നടന്ന ആശുപത്രിയിൽ നിന്ന് ഒരു ഡോക്ടറും അയാളുടെ കൂടെ മിസ്റ്റർ രമേശനും എന്തിനാണ് ലക്ഷ്മിയുടെ വീട് അന്വേഷിച്ചു പോയത്? നിങ്ങൾക്ക് പോലീസ് ഉദ്യോഗമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. നിങ്ങൾ ആരാണ്? ലക്ഷ്മി നാരായണനുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? ഈ ചോദ്യം ഞാനിപ്പോ എന്നോട് തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ലക്ഷ്മി നാരായണൻ എനിക്ക് ആരാണ്? പോലീസ് ഉദ്യോഗമൊന്നും ഉണ്ടായിട്ടല്ല സാറേ. ഇടപെട്ട സ്ഥിതിക്കൊന്നും അറിയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറയുന്നു മരണകാരണമായ ആക്സിഡന്റിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അയാളുടെ തലയ്ക്കൊരു ക്ഷതമേറ്റിട്ടുണ്ട്. എന്ന് വെച്ചാൽ അയാൾ ആരോ ആക്രമിച്ചിട്ടുണ്ട്. അതാരാ? എന്തിനാ? അയാൾ മരിക്കുന്നതിന് 1-2 ദിവസം മുമ്പ് തമ്മിൽ കണ്ട സുഹൃത്തായ നിങ്ങൾക്കത് അറിയാതിരിക്കില്ല. ഇതിലയാൾ എഴുതിയിരിക്കുന്നു, ഒന്നുകിൽ ഞാൻ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ആത്മഹത്യ. എന്തായിരിക്കും അതിന് കാരണം? നിങ്ങൾക്കറിയാതിരിക്കില്ലല്ലോ. താങ്കൾ കരുതിയതുപോലെ ഇത് ലക്ഷ്മി എഴുതിയതല്ല. അവന് വന്നൊരു കത്താണ്. ഇതിന്റെ ബാക്കി അയാളുടെ പേഴ്സിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് ഈ വേദനിപ്പിക്കുന്ന കടലാസ് കഷ്ണം? പൊതുവെ അന്തർമുഖനായിരുന്നു ലക്ഷ്മി. കോളേജ് കാലത്ത് തുടങ്ങിയതാ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം. വേറെ അധികം കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. മുൻപ് CAക്കുള്ള പ്രിപ്പറേഷനും ഒരു ചെറിയ ജോലിയുമായിട്ട് എറണാകുളത്ത് ലക്ഷ്മി നാരായണനും ഞാനും ഒരു വീടെടുത്ത് കുറെ കാലം താമസിച്ചിരുന്നു. തൊട്ടടുത്ത ഓണറുടെ വീട് സമ്പന്ന ക്രിസ്ത്യൻ കുടുംബം. വെപ്പും പാചകമൊന്നും അറിയാത്ത ഞങ്ങൾക്ക് ആ വീട്ടുകാരുമായിട്ടുള്ള സൗഹൃദം ഒരു അനുഗ്രഹമായിരുന്നു.
അവിടുത്തെ പെൺകുട്ടി നീനയ്ക്ക് ലക്ഷ്മി നാരായണനോട് തോന്നിയൊരു ഇഷ്ടം. വളരെ വൈകിയാണ് ഞാനും അറിഞ്ഞത്. സ്വാമി 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 അതെ, അന്നമ്മയ്ക്ക് ചെറിയൊരു അത്യാഗ്രഹം ഉണ്ടായിരുന്നു. വൈകുന്നേരം ഏതെങ്കിലും ഒരു ഹോട്ടലില് കുറെ ആളുകളെ കൂട്ടി നീനമോളുടെ ഒരു പിറന്നാളാഘോഷം. പൊങ്ങച്ചം പൊങ്ങച്ചം, എവിടെ ഞാനുണ്ടോ വീഴുന്നു. പിറന്നാളൊക്കെ വരും പോവും, പക്ഷെ കാശേ കയ്യിന്ന് പോയാ പോയതാ, പിന്നെ തിരിച്ചു വരൂല്ല. അന്നമ്മോ എടുത്തു വെച്ചാ കഴിച്ചു വരിക, ഇല്ലെങ്കിൽ ഈ കുപ്പികളൊക്കെ ഇവന്മാർ ഇപ്പൊ തീർക്കും. കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വരുമാനമൊന്നും ഇപ്പൊ ഞങ്ങളെ പോലുള്ള ബിസിനസ്സുകാർക്ക് ഇല്ലെന്ന് തോന്നുന്നു. അത് കുര്യൻ സാർ നമുക്കിട്ട് താങ്ങിയതാണല്ലോ. ഞാൻ നോക്കാം. വരൂ വരൂ. വാ വാ, അതിഥികളൊന്നുമല്ല, എന്റെ വാടക വീട്ടിലെ താമസക്കാരാ, കുടികിടപ്പുകാര്. ഒരൊമ്മത വെച്ച് പിടിപ്പിച്ച ലഞ്ചിലോട്ട് കിടക്കാം. എന്താ? അയ്യോ, ഞാൻ വല്ലപ്പോഴേ ഉള്ളൂ, അതും പകലില്ല. ലക്ഷ്മി നാരായണൻ പിന്നെ മദ്യക്കുപ്പി ഇരിക്കുന്നിടത്തേക്ക് നോക്കുക പോലുമില്ല. നന്നായി, വാ ഇരിക്കാം. ചിക്കൻ കഴിക്ക്. ഇവർക്കൊക്കെ ഈ വെണ്ടയ്ക്കയും പാവയ്ക്കയും മുരിക്കയ്ക്കയും കോവയ്ക്കയും എന്തിന് പാവം പശുവിന്റെ പാല് പുളിപ്പിച്ച് മോരും തൈരും ഒക്കെ ആക്കി കഴിക്കാം. മീനും ഇറച്ചിയും ജീവികളെ കൊന്നതില്ലൂലാന്ന്. അപ്പൊ പിന്നെ ഈ നെല്ലും ഗോതമ്പും പാവയ്ക്കയും മുരിക്കയ്ക്കും കോവയ്ക്കയും ഇതിനൊന്നും ജീവനില്ലയോ? ജീവനില്ലാത്തതേ കഴിക്കുന്നത്. ഏറെ ഭാഷ പിടിച്ച കല്ലും മണ്ണും ഒക്കെ വാരി തിന്നേണ്ടി വരും എന്റെ സ്വാമിയെ. ഒരു തമാശ. സോറി ലക്ഷ്മി. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ശരിയായില്ല. ഒന്നുമില്ലെങ്കിൽ അയാൾ നമ്മുടെ ഹൗസ് ഓണർ അല്ലേ. ജനിച്ചിട്ട് ഇന്നേ വരെ കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത മത്സ്യമാംസാദികൾ ഭക്ഷിച്ച് ഹൗസ് ഓണറെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് വയ്യ. നമുക്ക് വേറെ വീട് നോക്കാം. മേലിൽ ആ പൊങ്ങച്ചക്കാരൻ കുര്യസിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോരുത്. നിങ്ങൾ സത്യക്രിസ്ത്യാനികൾ സംഘം ചേരുന്നത് മദ്യപിക്കുകയോ മത്സ്യമാംസാദികൾ ഭക്ഷിക്കുകയോ ചെയ്തോളൂ. എന്നാലും വോക്കൗട്ട് നടത്തേണ്ടിയിരുന്നില്ല. വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും കളിയാക്കി ചിരിക്കാൻ വൈകുന്നേരം വരെ അവിടെ ഇരുന്നു തരാം. ഇരുന്നാ അത്ര നേരം കാണായിരുന്നു. അല്ല, വിശന്നിരിക്കണ്ട, വല്ലത് കഴിച്ചോളൂന്ന്. വേണ്ട വേണ്ട, ഈ വക സോപ്പ് ഒന്നും വേണ്ട, എടുത്തോണ്ട് പോയിക്കോളൂ. സോറി, പട്ടിണി കിടക്കണ്ടെന്ന് കരുതി കൊണ്ടുവന്നതാ സ്വാമി. എടാ പൊട്ട സ്വാമി, ആ ബോറൻ സാർ വെറുപ്പിച്ചാലെന്താ? പിറന്നാളുകാരി നേരിട്ടല്ലേ അവതരിച്ചത്. നല്ല അസൽ വെജിറ്റേറിയൻ. സോറി. കാര്യം നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞപ്പോൾ
ഞാൻ അവനെ അവിടെ നിന്ന് മാറ്റി. പിന്നീട് അറിഞ്ഞത് നീന ഗർഭിണിയാണെന്ന്. അതോടെ ഞാനും അവിടം വിട്ടു. എൻ്റെ സ്വാർത്ഥത കൊണ്ടാകാം, സുഹൃത്തിൻ്റെ ഭാവി ഓർത്ത്, അവൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രത ഓർത്ത് നീന ഗർഭിണിയാണെന്ന കാര്യം ഞാൻ മറച്ചുവെച്ചു. എന്നാൽ ലക്ഷ്മി നാരായണൻ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഇതുപോലൊരു യാത്രയിൽ നാശം പിടിച്ചവന്മാരും മനുഷ്യനെ പെരുവഴിയിലാക്കും. ഒരു 5 മിനിറ്റ് നേരം ഇവിടെ കിടന്നാൽ എന്താ കുഴപ്പം? ഇത്രയും കാലം ഈ ഭൂമിയിലുണ്ടായിട്ട് എന്ത് നേടി? തിരക്കാണ് മനുഷ്യന്മാർക്ക്, തിരക്കോട് തിരക്ക്. എന്നാ ഗാന്ധി ഇവിടെ ഇരി, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സ്വാമി, നീനയുടെ അത് പറയാനുണ്ട്. അതിപ്പോ കർത്താവേ, ഇതെന്റെ കാടാ. പൊയ്ക്കോ. ഇത് പഴയ പറ്റുകാരിയായിട്ട് പുതിയ കച്ചവടം ഉറപ്പിക്കാം അല്ലടാ നായിന്റെ മോനെ. ലക്ഷ്മി, ലക്ഷ്മി വാ. കേറ്. ഇനി മേലിലെ പട്ടി ലക്ഷ്മിനാരായൺ നീ ചവിട്ടിയ മണ്ണിൽ ചവിട്ടി നിറഞ്ഞ രണ്ടിനെയും വെട്ടി തുണ്ടും തുണ്ടാക്കും. ഇങ്ങോട്ടും ഉപദ്രവിച്ച അവൻ വരുമോ ചോദിക്കാൻ? നിന്റെ ആ സ്വാമി ചിലപ്പോ വന്നു വരും. അപ്പോ എല്ലാം തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ തള്ളയും മോളും. കർത്താവെല്ലാം കാണുന്നുണ്ടോ ആൻഡ്രൂസേ? ഇത്രയും പാപം ചെയ്യരുത്. എന്താ ചെയ്യരുതായിരുന്നു? ഇത്രയും ക്രൂരത എന്നോട് നീനയോടും ചെയ്യരുതായിരുന്നു. എന്റെ നന്മയല്ലേ, അതല്ലേ ആഗ്രഹിച്ചത്? ഭാവി അതിനായിരുന്നില്ലേ? എന്നിട്ടിപ്പോ എന്തായി? ഞാൻ ആരായി? ഭ്രാന്താണല്ലോ എനിക്കിപ്പോ ഭ്രാന്ത. അവളെല്ലാം എനിക്ക് എഴുതി, ഒക്കെ ഞാൻ അറിഞ്ഞു. ഈശ്വര, സ്വാമി, ജീവിതത്തിൽ ഒരിക്കലും കാണുമെന്ന് കരുതിയതല്ല. കർത്താവ് കാണിച്ചു തന്നു. കാണണമായിരുന്നു, കണ്ട് എല്ലാം പറയണമായിരുന്നു. അന്ന് ലക്ഷ്മിയെ കൊല്ലുമെന്ന് അപ്പച്ചൻ പറഞ്ഞപ്പോ പിന്നെ മറ്റൊന്നും നോക്കിയില്ല. അതുകൊണ്ടാ വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ വന്നപ്പോ വാതിലടച്ചത്. ജീവിതത്തിലെ സർവ്വസന്തോഷത്തിന്റെയും ഭാവിയുടെയും ഒക്കെ വാതിലാണ് അന്ന് ഞാൻ കൊട്ടിയടിച്ചത്. എന്റെ മോള് നമ്മുടെ മോളാണ് സ്വാമി. എല്ലാം സ്വാമിയുടെ സുഹൃത്ത് സൈമൺ ജോസഫിന് അറിയാമായിരുന്നു. പറഞ്ഞിരുന്നോ? സ്വാമി അറിഞ്ഞിരുന്നോ? അറിഞ്ഞ അന്വേഷിച്ചു വരുമെന്ന് കരുതിയിരുന്നു. അറിഞ്ഞിരിക്കില്ല അല്ലേ? ഒരു വിവാഹത്തിന് ഞാൻ തയ്യാറായിരുന്നില്ല. അറിയാമായിരുന്നല്ലോ അപ്പച്ചനെ. അപ്പച്ചൻ
മാനം രക്ഷിക്കാൻ ഒരാളെ കണ്ടെത്തി. എന്റെ കേടും കുറവുകളും ഒന്നും അയാൾക്ക് പ്രശ്നമായിരുന്നില്ല. അപ്പച്ചന്റെ സ്വത്തുക്കൾ മാത്രം. അതായിരുന്നു ആൻഡ്രൂസിന് വേണ്ടിയിരുന്നത്. എന്നെ കൊല്ലാതെ കൊന്നുകൊണ്ടിരുന്നു. ഇത്രയും കാലം സഹിച്ചു. നമ്മുടെ മോൾക്ക് വേണ്ടി. അവൾ വളരുകയാണ്. ആൻഡ്രൂസിന്റെ കൂടെ നമ്മുടെ മകൾ ജീവിച്ച എനിക്ക് പേടിയാവുന്നു. ഈ സത്യങ്ങളൊക്കെ എനിക്ക് സ്വാമിയെ എങ്ങനെയെങ്കിലും അറിയിക്കണം. അതിന് സാധിക്കും മുമ്പേ ചിലപ്പോൾ ഞാൻ കൊല്ലപ്പെട്ടേക്കും. അല്ലെങ്കിൽ എന്റെ ആത്മഹത്യ. ഈശ്വരൻ പോലും കൈവിട്ട് എന്നെ സഹായിക്കുമോ? നിങ്ങൾക്കതിന് സാധിക്കട്ടെ. ക്ഷമിക്കുക എന്ന് നിന്നോട് പറയാൻ എനിക്കൊരു ന്യായമില്ല. ഇല്ല, നിനക്കെന്നല്ല ഈശ്വരന് പോലും ഇതിലൊരു ന്യായമില്ല. എനിക്കൊരു ന്യായം അന്യായം കേൾക്കാൻ വേണ്ട. നീന എന്റെ മോള്, അതിലപ്പുറം എനിക്കൊന്നും നോക്കാനില്ല. നീ എന്തായി പറയുന്നത്? അവളൊന്നും മറ്റൊരാളുടെ ഭാര്യയാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ രണ്ടാമത് ഇനിയും എന്താ പറഞ്ഞത്? കഴിഞ്ഞു പോയിന്നോ? അത് നിനക്ക്. ഇനി ഒന്നുകൂടെ ജീവിക്കാൻ ഞങ്ങൾ രണ്ടാമത് ജനിച്ചു വരണോ? ഞാനും അവളും ഇവിടെ കൊണ്ട് കഴുകാനാണോ ഞാൻ ഈ കൊടിയ പാവം? ഞങ്ങൾ എങ്ങനെയാക്കി നിങ്ങൾ ആരെയും ദൈവം വെറുതെ വിട്ടില്ല. അനുഭവിക്കും എല്ലാവരും, നീ ഉൾപ്പെടെ. പിന്നെയും നീനെ കാണുമെന്ന് ആഗ്രഹിച്ചില്ലേ നിങ്ങളെ കൂട്ടുകാരൻ? എന്റെ കൂട്ടുകാരനോ? നമ്മുടെ കൂട്ടുകാരെന്ന് പറ, അല്ലെങ്കിൽ തന്റെ. അതേ രമേശ, കണ്ടു പഴകിയ എന്നേക്കാൾ കാണാതെ പോയ താനായിരിക്കും ഇനി അങ്ങോട്ട് അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. വിവാഹം പോലും കഴിക്കാതെ, ഒരു കുടുംബജീവിതം ഇല്ലാതെ അവൻ കാത്തിരുന്നത് ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നീനെ കാണുമെന്ന് കരുതിയായിരിക്കും. കാലം മായ്ച്ചു കളഞ്ഞൊരു കഥ. അത് പിന്നെയും ഞാൻ പ്രോത്സാഹിപ്പിച്ചില്ല. സൈമൺ അറിയാതെ ലക്ഷ്മിനാരായണൻ അവിടെ പോയി കാണുമോ? അറിയില്ല. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. വേണം, അറിയണം. രമേശിനോട് ഇരുന്നോ, ഞാൻ പോയി അന്വേഷിച്ചറിഞ്ഞു വന്നോളാം. ഓ, ഞാൻ സൈമൺ ജോസഫ്. നിങ്ങള്? ആൻഡ്രൂസിന്റെ വകയിലൊരു അമ്മായിയാ. അവനിവിടെ ഇല്ല. ഓ, നീനെ ഒന്ന് കണ്ടാലും മതിയായിരുന്നു. അവളും ഇല്ല. അമ്മായി ഇവിടെ തന്നെയാണോ? എന്തേ? എന്റെ കൂട്ടുകാരൻ ലക്ഷ്മി നാരായണൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും ഇവിടെ വന്നിരുന്നോ? വന്നിരുന്നോ? വന്നിരുന്നു. ഞാൻ ലക്ഷ്മി നാരായണൻ. അച്ഛൻ എന്റെ മോള്, ഇക്കാലം വരെ ഈശ്വരൻ എന്റെ കണ്ണിൽ നിന്ന് മറച്ചു വെച്ച എന്റെ മോള്. മോളെ പേരെന്താ? മോളി. അമ്മ മോളൂട്ടിന്നാ വിളിച്ചിരുന്ന. മോളുട്ടി. മോളുട്ടി അമ്മ എന്തേ? നിങ്ങൾ തമ്മിൽ കണ്ട ദിവസം ഇവിടെ വന്നേ പിന്നെ അവളെ കൊന്നേ അടങ്ങുന്നായിരുന്നു അവൻ. അന്ന് രാത്രി അവള് സ്വയം തന്നെ. മുമ്പ് നീ ചവച്ചു തുപ്പിയ ആ എച്ചിലിന് കഴിഞ്ഞ ദിവസം മണ്ണിട്ടു. കെട്ടിത്തൂങ്ങി ചത്തു ആ പന്നിയുടെ മോള്. അല്ല, എന്റെ നീന മരിച്ചതല്ല, കൊന്നതാ നീ അവളെ. എന്റെ കൈ തെളിവുണ്ടടാ. അവളെനിക്ക് എഴുതിയിട്ടുണ്ട്, നീ കൊല്ലാക്കൊല ചെയ്യുന്നു, കൊല്ലുന്നു.
പോലീസിൽ ഏൽപ്പിക്കും ഞാൻ, കോടതി തെളിയിക്കും ഞാൻ. നീ ആ കൊന്നു, നീ തന്നെയാ കൊന്നേ. നീനയുടെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കളിൽ നല്ല പങ്കും കള്ളും പെണ്ണും ചൂതാട്ടവുമായി വിറ്റ് തുലച്ചു അവൻ. ലക്ഷ്മി ജീവിച്ചിരുന്നെങ്കിൽ പാവം ആ കുഞ്ഞിന്റെ ബാക്കി കഥയ്ക്കൊരു മാറ്റം വരുത്താമായിരുന്നു. ഇതിപ്പോ ആ മോളുടെ ആരുമല്ലാത്ത നമ്മൾ എന്ത് ചെയ്യാനാ? പോവാം. ആൻഡ്രോസിന്റെ നന്ന് കിട്ടിയതൊന്നും പോരല്ലേ അതെനിക്ക്. ഇവിടുത്തെ നിൽപ്പ് അത്ര നല്ലതല്ല. നമുക്ക് പോവാം. വാ. അച്ഛൻ വന്നോ? ഞാൻ വിചാരിച്ചു ഇനി വരില്ലാന്ന്. ഓഹോ, അപ്പൊ നീ ഇടപാടുകൂടെ തീർത്തേ പിരിയൂ. ഇവിടുന്ന് ജീവനോടെ പോവില്ല നായ. ഇങ്ങോട്ട് വാടി വെള്ളച്ചുണ്ടായവളെ. ഇതൊന്നും നമ്മൾ തീർത്ത തീരുന്ന കാര്യങ്ങളല്ല. അവരായി അവരുടെ പാടായി. വാ. വണ്ടി നിർത്ത് രമേശ. വേണ്ട. സൈമൺ വണ്ടി എടുക്ക. രമേശ, ഇത് അപകടമാണ്. വണ്ടി എടുക്കാൻ. എടാ, ഇതൊരു ചോരക്കളിയിലേക്കുള്ള പോക്കാവരുത്. അപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ ഞാൻ വഴങ്ങിയേ ഉള്ളൂ. വരും വരാകിയെ കുറിച്ച് ചിന്തിക്കുന്ന സ്വഭാവം രമേശിന് പണ്ടേ ഇല്ലല്ലോ. അത് ശരിയാ. മാനത്തൂടെ പോകുന്ന വയ്യാവല്ലേ ഇവനെ ഏണി വെച്ച് പിടിക്കും. നിർത്തടാ. വയ്യാവിലാണോ ഇത്? ഒരു മനുഷ്യ കുഞ്ഞല്ലേ, ഒരു ജീവനല്ലേ? അതേടാ, നിന്റെ മനസ്സ് അറിയാത്തവരല്ലല്ലോ ഞങ്ങളാരും. അറിഞ്ഞെടുത്തുള്ള ആൻഡ്രൂസ് ആളൊരു മൃഗമാണ്. എനിക്കെന്റെ കൂട്ടുകാരൻ നഷ്ടമായി. ആ സ്ഥാനത്താ ഞാനിപ്പോ രമേശിനെ കാണുന്നത്. ഈ തീരുമാനം നിനക്കൊരു ദോഷമായി മാറരുത്. ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ നിയമപരമായി നിനക്കൊരു അവകാശവും ഇല്ല. അപ്പൊ ആൻഡ്രൂസിനോ? അവൻ ആരാ ഇവളുടെ? അവൻ കല്യാണം കഴിച്ച നീനയല്ല, നീനയുടെ സ്വത്തുക്കളെയാ. പുഴുത്ത പട്ടിയെ പോലെ കണ്ട് ദ്രോഹിച്ച അവസാനം അതിനെ കൊലക്ക് കൊടുത്ത് അവന്റെ തന്നെ ഇതിനെ തിരിച്ചേൽപ്പിക്കണമെന്നാണോ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ പഠിപ്പിക്കുന്നത്? വേണ്ട, പോലീസിനെ ഏൽപ്പിച്ചൂടെ? അങ്ങനെ വഴിക്കളയാനല്ല ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നു. മോളുവാ. ഇതാണ് രമേശൻ. മോളുന്റെ അച്ഛനല്ല അല്ലേ? അച്ഛനാണ്, മോളുന്റെ അച്ഛനാണ്. ഉറങ്ങിക്കൊള്ളട്ടോ.
എനിക്കൊരു മോളുണ്ട് ഇപ്പൊ. ഞാനാണ് ഇവളുടെ അച്ഛൻ. മോളുട്ടിയെ പനിയൊക്കെ മാറിയോ? പിന്നെന്തെങ്കിലും തൂങ്ങിയിരിക്കണേ? നമുക്കൊന്ന് ഉഷാറാവണ്ടേ? പിന്നല്ലാതെ മോൾക്ക് അച്ഛനുണ്ട്, ആണത്തുള്ള ഈ മാമനുണ്ട്, നമ്മളെല്ലാരും ഉണ്ട്. അല്ലേ ജോസേട്ടാ? എന്നിട്ട് അച്ഛൻ എന്തിയെ? മോളുടെ അങ്കിളിന് മോൾക്കും ഉള്ള ആഹാര സാധനം വാങ്ങിക്കാൻ പോയിരിക്കുക അച്ഛൻ. കഴിക്കുമോളെ, അമ്മൂമ്മയല്ലേ തരുന്നത്. അങ്ങനെ വാടി. കൊല്ലം കുറെ എന്നെ കൊണ്ട് തന്ത കളിപ്പിച്ചിട്ട് ഇപ്പോ ഒരു അച്ഛനും മോളും കൊല്ലും ഞാൻ. ഈ മോള് രമേശനെ അച്ഛാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഏത് പൊന്നു തമ്പരാനും കൊണ്ടുപോണെങ്കിൽ രമേശന്റെ സമ്മതം വേണം. രമേശ, അവനൊന്ന് ചീറും, ഏറി വന്നൊന്ന് ചാറും. നീ പെയ്തോ, ഇടിച്ചു കുത്തി പെയ്തോ, ഇടിവെട്ടി പെയ്തോ. ഈ മായ ബസാറുണ്ട് നിന്റെ മോളുടെ നിന്റെ കൂടെ.
വാച്ചു അദ്ദേഹം ആശുപത്രിയിലേക്ക് എടുത്തോ. വണ്ടി പൊളിക്കുന്ന സ്ഥല പച്ചയ്ക്ക് കൊളുത്തും നിന്നെ. ഇനി മായ ബസാറിന്റെ പടി നീ ചവിട്ടിയ